Hi, hello. Welcome to 90 Plus India's first animated live tuition. Hi. Good evening, all. എല്ലാരും എത്തിയ അൽസ ഗുഡ് ഈവനിങ്. നിവേദ്യ ഗുഡ് ഈവനിങ്. എന്തുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്ന എല്ലാരും? നിരഞ്ജന സാറ് ചായ ഒക്കെ കുടിച്ചു? നിങ്ങൾ കുടിച്ചാ? എല്ലാരും ചായ ഒക്കെ കുടിച്ചാ? കുടിച്ചു. ഇന്ന് ക്ലാസ് ഒക്കെ ഇല്ലായിരുന്നോ? ക്ലാസ്സിലൊക്കെ പോയിട്ട് വന്നല്ലേ എല്ലാരും? ഇല്ല, നിവേദ്യ ഇന്ന് ക്ലാസ്സിൽ പോയില്ല. അതോ ചായ കുടിച്ചില്ലെന്നാണോ പറഞ്ഞത്? ദിവ്യാൻഷി ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. എല്ലാവർക്കും കേൾക്കാവോ? സാറ് പറയുന്നത് കേൾക്കാവോ? കേൾക്കാനും കാണാനൊക്കെ പറ്റുന്നുണ്ടോ? കുഴപ്പമൊന്നുമില്ലല്ലോ? ഓഡിയോ വീഡിയോ ഒക്കെ ക്ലിയർ അല്ലേ? ആരുഷ് ഓക്കെടാ. അതുപോലെ സോണി ഷിനോയ് ഗുഡ് ഈവനിങ്. ഓക്കെ നിവേദ്യ, പള്ളിപ്പെരുന്നാൾ ആയതുകൊണ്ട് അവധിയായിരുന്നു. ഓക്കെ. അക്ഷര ഗുഡ് ഈവനിങ്. യെസ്. എന്താണ് അനസ്? അനസ് എന്താടാ പറഞ്ഞോ? ഏതടാ ചാറ്റ് ബോക്സില്? കാണുന്നില്ല. എന്താ? അക്ഷര നോക്കട്ടെ കേട്ടോ, ഞാൻ കണ്ടില്ലല്ലോ. ഏബൽ യെസ് ഡാ. താടിയൊക്കെ കളഞ്ഞു, ട്രിം ചെയ്ത് കളഞ്ഞു. ഓക്കെ, എല്ലാരും എത്തിയാ? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചൊക്കെ നോക്കിയായിരുന്നു നിങ്ങളാ? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച എത്ര പേര് നോക്കിയായിരുന്നു? തംസപ്പ് ഇട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചത് ഒന്നെങ്കിലും ഒന്ന് നോക്കിയിട്ട് വന്നവരൊന്ന് തംസപ്പ് ഇട്ടെ. നിരഞ്ജനയൊക്കെ നോക്കി. അലൻ വർഗീസ് മോനെ ഫസ്റ്റ് ക്ലാസ് ആണോ? ആദ്യത്തെ ക്ലാസ് ആണോ? ആദ്യത്തെ ക്ലാസ് ആണ്. യെസ്. എങ്ങനെയുണ്ട് മാത്സ്? എങ്ങനെയുണ്ട് മോനെ? കുഴപ്പമില്ല. എളുപ്പമെന്ന് പറയാൻ പറ്റുമോ? എളുപ്പമെന്ന് പറയാൻ പറ്റില്ല, എന്നാ വലിയ പാടുമല്ല. ഓക്കെ. സ്കൂളിൽ എന്തായി? പഠിപ്പിച്ചു തീർന്ന? സ്കൂളില് ഇല്ല, പഠിപ്പിച്ചോണ്ടിരിക്കുന്നുള്ളൂ. സ്കൂളിൽ ഏത് ചാപ്റ്ററാ പഠിപ്പിക്കുന്നത്? ഓൾജിബ്രയാണ്. ഓക്കെ, ഓൾജിബ്ര നമ്മളിവിടെ കഴിഞ്ഞു കേട്ടോ. ഓക്കെ, നമ്മൾ ഇന്ന് അടുത്ത ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് റെക്കോർഡ് ക്ലാസ് ഒക്കെ അവൈലബിൾ ആണ്, കഴിഞ്ഞ ക്ലാസ്സിന്റെ ആണെങ്കിലും. ഓക്കെ, പിന്നെ ഇപ്പൊ പുതിയൊരു ചാപ്റ്ററാ തുടക്കം. അപ്പൊ ശ്രദ്ധിച്ചെന്നാ മനസ്സിലായിക്കോളും കേട്ടോ. ഓക്കെ. അതേപോലെ പിന്നെ ഇഷാൻ മുഹമ്മദ്. ഇഷാൻ മുഹമ്മദ് ഫസ്റ്റ് ക്ലാസ് അല്ലേ? ഫസ്റ്റ് ക്ലാസ് ആണോ മോന്റെ? അതെ. ഓക്കെ. മോന് മാത്സ് എളുപ്പമാണോ? കുഴപ്പമില്ല. എന്നാലും ചെറിയ സപ്പോർട്ടും കൂടെ വേണം അല്ലേ? ഒരു സപ്പോർട്ട് ഇട്ടാ കിട്ടിയാ ഓക്കെ. ഓക്കെ, ആ സപ്പോർട്ട് ഇവിടുന്ന് തരാട്ടാ. അപ്പൊ സെറ്റ് ആവും. ശ്രദ്ധിച്ചിരുന്നു കേട്ടാ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് തുടങ്ങാം. ഒത്തിരി സമയങ്ങളായില്ല. നമുക്ക് ഇന്ന് 1 മണിക്കൂറിലുള്ള ക്ലാസ്. നമ്മൾ ഇന്നൊരു പുതിയ ചാപ്റ്റർ തുടങ്ങുമായിരിക്കും. അപ്പൊ ഏത് ചാപ്റ്റർ നമ്മൾ തുടങ്ങണേന്ന് നിങ്ങൾ പറഞ്ഞേ. നമ്മൾ ഓൾജിബ്ര കഴിഞ്ഞു. അങ്ങനെയാണ് ഇന്ന് ഏത് ചാപ്റ്റർ ആയിരിക്കും തുടങ്ങുന്നത്? അടുത്തത് ഏത് ചാപ്റ്റർ ആയിരിക്കും നമ്മൾ തുടങ്ങാൻ പോണേ? നമ്മൾ തുടങ്ങാൻ പോണ ചാപ്റ്റർ ചാപ്റ്റർ 13 പേഴ്സൺസ് അല്ലെ? പെർസെന്റേജ് ആണ് നമ്മൾ ഇനി പഠിക്കാൻ പോണ ചാപ്റ്റർ 13. ധ്രുവ കണ്ടു? യെസ്. ഓക്കെ, അപ്പൊ എല്ലാരും ഒരു ഫ്രഷ് ആയിട്ട് പേജ് എടുത്തേ. നോട്ട്ബുക്കിലെ ഒരു പുതിയ പേജ് എടുത്ത് ഹെഡിങ് കൊടുത്തേ.
ചാപ്റ്റർ നമ്പർ 13 ആണ്. ചാപ്റ്ററിന്റെ പേര് നിങ്ങളുടെ ബുക്കിൽ കിടക്കുന്ന പേഴ്സൺസ് എന്നായിരിക്കും ടെക്സ്റ്റ് ബുക്കിൽ. ഓക്കെ, അങ്ങനെ തന്നെ കൊടുത്താൽ മതി കേട്ടോ. കൊടുത്തോ? എല്ലാരും നോട്ട് എഴുതണം കേട്ടാ, എല്ലാരും നോട്ട് എഴുതണം. ഓക്കെ, ഞാൻ അവസാനം പേര് വിളിക്കും. ആരൊക്കെയാണ് ഇന്ന് നോട്ട് കാണിക്കേണ്ടത് എന്ന് ഞാൻ പേര് വിളിക്കും. അപ്പൊ അത്രയും പേര് നോട്ട് കാണിച്ചിട്ടേ ക്ലാസ്സിൽ നിന്ന് പോകാവുള്ളൂ. ഓക്കെ, ഞാൻ പേര് വിളിക്കുന്നത് ലെഫ്റ്റ് ആവരുത്. അപ്പൊ ഞാൻ അവസാനം പേര് വിളിക്കും. സോ എല്ലാരും നോട്ട് എഴുതി കംപ്ലീറ്റ് ആക്കണം. നോട്ട് എഴുതാനൊക്കെ സമയം തന്നിട്ട് നമ്മൾ പോണേ. ഓക്കെ, നമുക്ക് തുടങ്ങാം. എന്താണ് പെർസെന്റ്? എന്താണ് പെർസെന്റ്? അറിയാതെ നിങ്ങൾക്ക് എന്താണ് പെർസെന്റേജ്? നിങ്ങൾ ആദ്യമായിട്ടല്ലേ, നിങ്ങൾ 6 പെർസെന്റേജ് പഠിച്ചിട്ടില്ലേ? 6-ആം ക്ലാസ്സിൽ നിങ്ങൾ പെർസെന്റേജ് പഠിച്ചിട്ടുണ്ട് അല്ലെ? അപ്പം നിങ്ങൾക്ക് പെർസെന്റേജ് എന്താന്ന് ഏകദേശം ഐഡിയ ഒക്കെ ഉണ്ട് അല്ലെ? പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ പറയുവാണ് 5% എന്ന് ഞാൻ പറഞ്ഞാൽ 5%, ഓക്കെ, സിമ്പിൾ ഒക്കെ നിങ്ങൾക്ക് അറിയാം. ഓക്കെ, അൽസ ഓക്കെ, നിവേദ്യ ഓക്കെ. 5% എന്ന് ഞാൻ പറഞ്ഞാൽ അൽസ പറഞ്ഞു 5/100 ആണെന്ന്. എല്ലാരും യോജിക്കുന്നുണ്ടോ അതിനോട്? 5% എന്ന് പറഞ്ഞാൽ 5/100 ആണ് അല്ലെ? 5/100 എന്ന് നമുക്ക് പറയാം അല്ലെ? 100-ൽ എത്ര പെർസെന്റേജ്? എപ്പോഴും നമ്മൾ എങ്ങനെയാ 100-ലാണ് പറയുന്നത് അല്ലെ? 100-ലാണ് പറയുന്നത്. അതൊക്കെ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ 6-ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. അതുപോലെ 10% എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. 10% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10/100 അല്ലെ? അപ്പൊ നമ്മൾ ഇനി കാണാൻ പോണതൊക്കെ ഓരോരോ വലിയ ടോട്ടൽ നമ്പറിന്റെ ഒക്കെ പെർസെന്റേജ് കണ്ടുപിടിക്കാനാണ് നമ്മൾ പോണത്. ഓക്കെ, ഓക്കെ, ഓക്കെ. അപ്പം പെർസെന്റേജ് ഏകദേശം ഐഡിയ എല്ലാവർക്കും ഉണ്ട്. അപ്പൊ നമുക്കൊരു ചോദ്യം ചെയ്ത് നോക്കിയാലോ? ചോദ്യം ചെയ്ത് നമുക്കൊന്ന് പഠിക്കാം. ഓക്കെ, ചോദ്യം ചെയ്യുമ്പം നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്ത് അങ്ങ് പഠിക്കാം കേട്ടോ. ഓക്കെ, ഇവിടെ നോക്കിക്കോ. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് അല്ലെ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ എല്ലാരും ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ, ശ്രദ്ധിച്ച് നോക്കുക. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. An electronics manufacturer sells some of their older models at reduced price as shown in the table below. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു ഇലക്ട്രോണിക് മാനുഫാക്ചറർ അല്ലെ, ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരു കടയിലെ ആള് എന്ത് തീരുമാനിച്ചു? പഴയ മോഡൽ സാധനങ്ങൾ, അതായത് ലാപ്ടോപ്പ് ഉണ്ട് അവിടെ, അതുപോലെ മൊബൈൽ ഫോൺ ഉണ്ട് കേട്ടോ. നിങ്ങള് ലാപ്ടോപ്പ് ഉണ്ട്, മൊബൈൽ ഫോൺ ഉണ്ട്, സ്മാർട്ട് വാച്ച് ഉണ്ട്. ഇങ്ങനെ പുള്ളിയുടെ കടയിൽ ഇരിക്കുന്ന ഈ സാധനങ്ങളിലൊക്കെ പഴയ മോഡൽ സാധനങ്ങൾ ആൾ എന്ത് തീരുമാനിച്ചു? ആള് വില കുറച്ച് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. പഴയ മോഡൽ അല്ലേ, അതുകൊണ്ട് വില കുറച്ചങ്ങ് വിൽക്കാൻ വേണ്ടി അതിന്റെ മാനുഫാക്ചറർ അങ്ങ് തീരുമാനിച്ചു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഓരോന്നിന്റെയും ഒറിജിനൽ പ്രൈസ്, അതായത് ശരിക്കും അതിന്റെ വിലയും അതുപോലെ തന്നെ എത്രമാത്രം പെർസെന്റേജ് ആണ് കുറയ്ക്കുന്നതെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾ നോക്കിക്കേ. ആദ്യം ലാപ്ടോപ്പിന്റെ വില എത്രയാണെന്നാ പറഞ്ഞിരിക്കുന്നത്? 65,000 എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ റിഡക്ഷൻ എത്രയാണ്? റിഡക്ഷൻ പെർസെന്റേജ് എന്ന് പറയുന്നത് 10% ആണ്. ഓക്കെ, 65,000 രൂപയുള്ള സാധനം എന്ത് ചെയ്യാൻ പോവാ? അതിന്റെ 10% വില കുറച്ചു കൊടുക്കാൻ പോവാ. ഓക്കെ, അതുപോലെ മൊബൈൽ ഫോൺ നോക്കിയേ. 25,000 രൂപയുള്ള മൊബൈൽ ഫോണാ ശരിക്കും. ഓക്കെ, 25,000 രൂപ വില വരുന്ന മൊബൈൽ ഫോണാ. അത് എന്ത് ചെയ്യാൻ പോവാ? 20% വില കുറച്ചു കൊടുക്കാൻ പോവാ. ഓക്കെ, ഇവിടെ വില കുറയ്ക്കുവാണ് കേട്ടോ, വില കുറയ്ക്കുവാണ്. റെഡ്യൂസ്ഡ് പ്രൈസ് ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോണ എല്ലാത്തിന്റെയും. അതുപോലെ സ്മാർട്ട് വാച്ച് എന്ന് പറയുന്നത് 12,000 രൂപയാണ് ഒറിജിനൽ പ്രൈസ്. നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? അതിന്റെ 30% കുറയ്ക്കും അല്ലെ? കടക്കാരൻ എന്താ ചെയ്തത്? റെഡ്യൂസ്ഡ് പെർസെന്റേജ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്, 30% കുറച്ചു. ഓക്കെ, നമ്മൾ ഇതൊക്കെ കണ്ടുപിടിക്കണം. ഈ 65,000-ന്റെ 10% എത്രയാണ് നമ്മൾ കണ്ടുപിടിക്കണം. 25,000-ന്റെ 20% എത്രയാണ് നമ്മൾ കണ്ടുപിടിക്കണം. അതുപോലെ 12,000-ന്റെ 30% നമ്മൾ കണ്ടുപിടിക്കണം അല്ലെ? അപ്പോഴല്ലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എത്ര രൂപയാണ് കുറച്ചതെന്ന്. ഓക്കെ, എത്ര രൂപ വീതമാണ് കുറഞ്ഞതെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? കമ്പ്യൂട്ട് ദ കറന്റ് പ്രൈസ് ഓഫ് ഈച്ച്. ഓക്കെ, കമ്പ്യൂട്ട് ദ കറന്റ് പ്രൈസ്. ഇപ്പൊ നിലവിൽ അതിന്റെ വില എത്രയാന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഈ ഡിസ്കൗണ്ട് ഒക്കെ കഴിഞ്ഞിട്ട്
അതായത് ഒരു എമൗണ്ട് കുറച്ചിട്ടുണ്ടല്ലോ, ആ കുറച്ച് എമൗണ്ട് കഴിഞ്ഞിട്ട് ഇപ്പം നിലവിൽ എത്ര രൂപയാണ് ഈ ഓരോ സാധനത്തിനും, അതായത് ലാപ്ടോപ്പിന് എത്രയാണ്, മൊബൈൽ ഫോണിന്റെ വില എത്രയാണ്, സ്മാർട്ട് വാച്ചിന്റെ വില എത്രയാണ്, ഇത് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ആദ്യത്തെ ഒരു ചോദ്യം ചെയ്ത് നോക്കാം. ഓക്കെ, ആയിട്ട് ഒരെണ്ണം നമുക്ക് ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് ലാപ്ടോപ്പിന്റെ നോക്കിയാലോ. ലാപ്ടോപ്പിന്റെ എന്താണ് നമുക്കറിയാം, ഒറിജിനൽ പ്രൈസ് എന്താണെന്ന് അറിയാം അല്ലെ. ആദ്യം നമുക്ക് ലാപ്ടോപ്പിന്റെ കേസ് എടുക്കാം. ലാപ്ടോപ്പ് എന്ന് കൊടുത്തോ നിങ്ങൾ. ഓക്കെ, ലാപ്ടോപ്പിന്റെ കേസിൽ നമുക്കറിയാം ഒറിജിനൽ പ്രൈസ് എത്രയാണെന്നാ പറഞ്ഞേക്കണം മക്കളെ. ഒറിജിനൽ പ്രൈസ് നമുക്കറിയാം 65,000 രൂപയാണ്. എഴുതണം കേട്ടോ, നിങ്ങൾ എഴുതണം. ക്വസ്റ്റ്യൻ ഇപ്പൊ തൽക്കാലം നിങ്ങൾ ടേബിൾ ഒന്നും വരയ്ക്കാൻ നിൽക്കണ്ട, ജസ്റ്റ് ഇങ്ങനെ ഒരു ഓർഡറിൽ എഴുതിയാലും മതി. ടേബിൾ വരച്ച് സമയം കളയണ്ടല്ലോ എന്ന് ഓർത്ത് പറഞ്ഞതാ. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ തന്നെയല്ലേ ക്വസ്റ്റ്യൻ എഴുതിക്കോ നിങ്ങൾ. ഓക്കെ, ക്വസ്റ്റ്യനോട് എഴുതിക്കോ. ഒറിജിനൽ പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ്? 65,000 രൂപയാണ് ഒറിജിനൽ പ്രൈസ്. നമ്മളോട് എന്താണ് പറഞ്ഞിരിക്കുന്നത്? റിഡക്ഷൻ പെർസെന്റേജ് എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. റിഡക്ഷൻ പെർസെന്റേജ് എത്ര രൂപ കുറഞ്ഞു എന്നല്ല പറഞ്ഞേക്കണേ, റിഡക്ഷൻ പെർസെന്റേജ് ആണ് പറഞ്ഞിരിക്കുന്നത്. റിഡക്ഷൻ പെർസെന്റേജ് എത്രയാണ്? 10% ആണ് അല്ലെ. 10% വില കുറച്ചിട്ടുണ്ട്. 10% വില കുറച്ചിട്ടുണ്ട്. ഇനി ആ കുറച്ച എത്ര രൂപ, അത് 10% എന്ന് പറയുന്നത് എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, ആ കുറച്ച എമൗണ്ട് എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിഡക്ഷൻ പെർസെന്റേജ് 10% എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് കാണണം? 10% കാണണം അല്ലെ. ഈ 65,000 രൂപയുടെ 10% നമുക്ക് കാണണം. ഓക്കെ, അപ്പൊ നമുക്കിപ്പം റിഡക്ഷൻ എമൗണ്ട് കണ്ടുപിടിക്കാം ആദ്യം. അതല്ലേ നമ്മുടെ റിഡക്ഷൻ എമൗണ്ട്. എത്ര രൂപയാണ് കുറച്ചതെന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ 65,000 രൂപയുടെ 10% കണ്ടാൽ പോരെ. 10% കണ്ടാൽ എത്ര രൂപയാണ് കുറഞ്ഞത് എന്ന് കിട്ടും നമുക്ക്. അപ്പൊ അതെങ്ങനെയാ കാണുന്നത്? നിങ്ങളോട് ഞാൻ പറഞ്ഞു 10% എന്ന് കണ്ടാൽ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? 10% എന്ന് കണ്ടാൽ 10/100 എന്ന് എഴുതാം അല്ലെ. അതെല്ലാവർക്കും അറിയാലോ. 10% എന്ന് കണ്ടാൽ 10/100 എന്ന് എഴുതാം. ഇൻറ്റു ഏതിന്റെ 10% നമ്മൾ കാണാൻ പോണത്? ഈ 65,000 രൂപ, ഈ 65,000 എന്ന് പറഞ്ഞ ഈ എമൗണ്ടിന്റെ 10% നമ്മൾ കാണാൻ പോണേ. സോ 10/100 ഇൻറ്റു 65,000, ഇത്രേ ഉള്ളൂ. 10/100 ഇൻറ്റു 65,000 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആ 10% എന്ന് പറയുന്നത് എത്ര രൂപയാന്ന് നമുക്ക് കിട്ടും. 65,000ന്റെ 10% എന്ന് പറയുന്നത് എത്ര രൂപയാന്ന് നമുക്ക് കിട്ടി. അപ്പൊ അത് എത്രയാന്ന് നോക്കാം. നമുക്ക് നോക്കാം. നിങ്ങൾ നോക്കിയേ, ഈ 10/100 ഇൻറ്റു 65,000 എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ 2 സീറോസും ഈ 2 സീറോസും കട്ട് ചെയ്യാൻ വേറെ എളുപ്പത്തിനാ ചെയ്യാൻ. ഓക്കെ, നിങ്ങൾ പറഞ്ഞ ഇതിന്റെ ഉത്തരം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറഞ്ഞേ. ഇതിന്റെ ഉത്തരം എത്ര വരും? എല്ലാരും കമന്റ് ചെയ്യണം കേട്ടോ. എല്ലാരും ചെയ്തിട്ട് ഉത്തരം കമന്റ് ചെയ്തേ. നിങ്ങള് 6th പഠിച്ച കാര്യം തന്നെയാണ് പെർസെന്റേജ് കാണാൻ. യെസ്, ആദർശ് കൃഷ്ണ, നിരഞ്ജന, സഫറിൻ. ഓക്കെ, യെസ്, മാത്യു. എല്ലാരും കമന്റ് ചെയ്തോ. എല്ലാരും തന്നെ ചെയ്ത് നോക്കണം. അൽസ ഞാൻ കണ്ടു കേട്ടോ, കമന്റ് കണ്ടു. അനു, എല്ലാരും ചെയ്ത് നോക്കിയാ? അപ്പൊ റിഡക്ഷൻ എമൗണ്ട് എത്ര കിട്ടി? സീറോസ് 2 വേണം നമുക്ക് കട്ട് ചെയ്ത് കളയാം. സീറോസ് 2 കട്ട് ചെയ്ത് കളഞ്ഞാൽ പിന്നെ എന്തുണ്ട്? ഒരു 10 × 650 ഉള്ളൂ അവിടെ. 10 × 650 ഉള്ളൂ. അത് എത്രയാ നമുക്കറിയാം. 10 × 650. 650 × 10 ചെയ്താൽ എന്ത് ചെയ്താൽ മതി നമുക്ക്? ആ 10-ലകത്ത് എത്ര പൂജ്യം ഉണ്ട്? ഒരു പൂജ്യം ഉള്ളൂ 10-നകത്ത്. ആ പൂജ്യം ഇട്ട് കൊടുത്താൽ മതി അല്ലെ. 650 നമ്മൾ ആദ്യം എഴുതി. നമ്മൾ എന്തുകൊണ്ട് ഇൻറ്റു 10 ആണ് അല്ലെ. ഇൻറ്റു 10 ആണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 10-നകത്ത് എത്ര പൂജ്യം ഉണ്ടെന്ന് നോക്കുക. ഒരു പൂജ്യം ഉള്ളൂ, ഒരു പൂജ്യമല്ലേ ഉള്ളൂ. ആ പൂജ്യം ഇട്ട് കൊടുക്കുക. സോ 6,500 നമുക്ക് സിമ്പിൾ ആയിട്ട് ഉത്തരം കിട്ടും. സോ റിഡക്ഷൻ എമൗണ്ട് ആണ് ഇപ്പൊ കിട്ടിയത് അല്ലെ. നമുക്ക് കിട്ടിയത് എന്താണ്? റിഡക്ഷൻ എമൗണ്ട് ആണ്. നമ്മളോട് ചോദിച്ചേക്കുന്ന ചോദ്യം എന്താ? കമ്പ്യൂട്ട് ദ കറന്റ് പ്രൈസ് ഓഫ് ഈച്ച്. ഇപ്പോൾ നിലവിൽ ലാപ്ടോപ്പിന്റെ പ്രൈസ് എത്രയാണെന്നാണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, ഇപ്പോൾ നിലവിൽ ലാപ്ടോപ്പിന്റെ പ്രൈസ് എത്രയായിരിക്കും മക്കളെ? അപ്പം എത്രയായിരിക്കും? ഇപ്പം ഒറിജിനൽ പ്രൈസ് 65,000 ആയിരുന്നു. അതിൽ നിന്നും എത്ര രൂപ കുറച്ചു കൊടുത്തു കടക്കാരൻ? എത്ര രൂപ കുറച്ചു? 6,500 രൂപ കുറച്ചു അല്ലേ. ഓക്കെ, നിങ്ങളുടെ ആൻസേഴ്സ് സാറ് കാണുന്നുണ്ട് കേട്ടോ. റഷ്മീൻ കണ്ടു. അപ്പോൾ 65,000 രൂപ എന്ന ഒറിജിനൽ പ്രൈസിൽ നിന്നും 6,500 രൂപ കുറച്ചു അല്ലെ കടക്കാരൻ അല്ലെ.
അപ്പോൾ നമുക്ക് ഒറിജിനൽ പ്രൈസ് കാണാൻ എന്ത് ചെയ്യാം, അല്ലെങ്കിൽ കറന്റ് പ്രൈസ് കാണാൻ എന്ത് ചെയ്താൽ മതി? കറന്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു, പറഞ്ഞ നിങ്ങൾ കറന്റ് പ്രൈസ് കാണാൻ എന്ത് ചെയ്താൽ മതി? ഒറിജിനൽ എമൗണ്ട് എത്രയാണോ അതിൽ നിന്നും എത്ര രൂപ കുറച്ചെന്ന് വെച്ചാൽ അതൊന്നും കുറച്ചാൽ പോരെ. ഒറിജിനൽ പ്രൈസ് ആയ 65,000 രൂപയിൽ നിന്നും നമുക്ക് എന്ത് കുറച്ചാൽ മതി? നമ്മുടെ റിഡക്ഷൻ എമൗണ്ട് ആയ എത്ര രൂപയാ കുറഞ്ഞത്? 6,500 രൂപ കുറഞ്ഞു. അതിന്ന് ഒറിജിനൽ പൈസ എത്രയാണോ അതിൽ നിന്നും 6,500 രൂപ കുറഞ്ഞു. അപ്പൊ 6,500 രൂപ കുറയ്ക്കണം നമ്മൾ, അല്ലെ? 65,000 നിന്നും നമ്മൾ 6,500 രൂപ കുറച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 65,000 നിന്നും 6,500 രൂപ. നിങ്ങൾക്ക് എല്ലാവർക്കും എത്ര കിട്ടി? ആദർശ് കൃഷ്ണ, ഓക്കെ. എല്ലാരും കമന്റ് ചെയ്തേ, എത്ര കിട്ടി? കമന്റ് ചെയ്തേ, തന്നെ ചെയ്തേ എല്ലാരും. കാൽക്കുലേഷൻസ് ഇത്രയും പറഞ്ഞതില്ലേ, കാൽക്കുലേഷൻ തന്നെ ചെയ്യട്ടോ. ഫാത്തിമ, റിയ മോളെ പറഞ്ഞോ, എന്താണ് മോളുടെ ഡൗട്ട്? എന്തോ ബോർഡ് ക്ലിയർ അല്ല? എല്ലാവർക്കും ഇഷ്യൂ ഉണ്ടോ മക്കളെ? ബോർഡ് ക്ലിയർ ആവാത്ത ഇഷ്യൂ ഉണ്ടോ എല്ലാവർക്കും? ഉണ്ട്, അപ്പൊ തന്നെ പറയണ്ട നിങ്ങൾ, അല്ലെ നമ്മൾ പറയണ എല്ലാം വേസ്റ്റ് ആയി പോവില്ലേ? ഓക്കെ, ഇല്ല മോളെ, ഇപ്പൊ ഉണ്ടോന്ന് ചോദിക്കേ? ഉണ്ട്. അപ്പം മോളുടെ നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരിക്കും മിക്കവാറും. ഓക്കെ, നോക്കി എന്നിട്ട് ശരിയാവണില്ല. നോക്കട്ടെ കേട്ടോ മക്കളെ, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ കേട്ടോ, പറയാം. അപ്പൊ നമുക്ക് 65,000 മൈനസ് 6,500 നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടി 58,500 കിട്ടി അല്ലെ? 58,500 എന്ന് എല്ലാവർക്കും ഉത്തരം കിട്ടി. യെസ്, 58,500. ഓക്കെ, അപ്പോൾ നമ്മൾ ലാപ്ടോപ്പിന്റെ ഒറിജിനൽ പ്രൈസും അതുപോലെ റിഡക്ഷൻ പെർസെന്റേജ് ഉപയോഗിച്ച് നമ്മൾ ഇപ്പൊ കറന്റ് പ്രൈസ് കണ്ടുപിടിച്ചു, അല്ലെ? ആർക്കെങ്കിലും ഇത് മനസ്സിലാവാത്തുണ്ടോ? എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇത് കഴിഞ്ഞിട്ട് അടുത്തത് മൊബൈൽ ഫോണിന്റെ നിങ്ങൾ തന്നെ ഇപ്പൊ ചെയ്ത് കാണിക്കണം. തന്നെ മൊബൈൽ ഫോണിന്റെ ഇപ്പൊ തന്നെ നിങ്ങൾ തന്നെ ചെയ്ത് കാണിക്കണം. എളുപ്പമല്ലേ? ഓ, ഐലിന് കണ്ണിക്കുരുവാണെന്ന്, വേദനയാണോ? എന്നിട്ട് സ്ക്രീനിലോട്ട് നോക്കാൻ പറ്റുന്നില്ലേ? അതുപോലെ പ്രസ്കാശിപ്പു, പ്രസ്ക മോളെ പറഞ്ഞോ. ഇൻറ്റു 10/100 ഓഫ് ഏതാ ടോട്ടൽ എമൗണ്ട്? എന്താ മോൾ ഉദ്ദേശിച്ച് പറഞ്ഞോ? മനസ്സിലായില്ല സാറിന്, ഒന്നുകൂടെ പറഞ്ഞേ. 65,000 10% ഓഫ് 65,000 എന്നാണോ? ഈസ് ഈക്വൽ ടു എത്രയാണ്? 65,000. ഒരു കുഴപ്പമില്ല, അങ്ങനെ എഴുതിക്കോ, ഒരു കുഴപ്പമില്ല. ഞാൻ റിഡക്ഷൻ എമൗണ്ട് എന്ന് ഇവിടെ എഴുതി. റിഡക്ഷൻ എമൗണ്ട് എന്ന് പറഞ്ഞാൽ സെയിം തന്നെയല്ലേ? റിഡക്ഷൻ എമൗണ്ട് എങ്ങനെയാണ് കാണുന്നത്? നമുക്ക് 65,000ന്റെ 10% കണ്ടാൽ മതി, അല്ലെ? അപ്പൊ അതുകൊണ്ടാണ് സാർ റിഡക്ഷൻ. അല്ല, ഇവിടെ എഴുതിയതിന് മോൾക്ക് ഡൗട്ട് ഉണ്ടോ? ഡൗട്ട്സ് ഒന്നും ഇല്ല, എങ്ങനെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല, അത് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഈ സ്റ്റെപ്സ് ഒക്കെ നിങ്ങൾക്ക് സാറ് തന്നെ പോലെ തന്നെ എഴുതുന്നില്ല. ഈ ലെഫ്റ്റ് സൈഡിൽ എഴുതിയിരിക്കണ, ലെഫ്റ്റ് സൈഡിൽ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാണ്ട് പഠിച്ചെഴുതാണെന്നുള്ളതല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടേതായ ലാംഗ്വേജിൽ എഴുതാം. ഓക്കെ, നിങ്ങളുടേതായ ലാംഗ്വേജിൽ ഈ ലെഫ്റ്റ് സൈഡിൽ എഴുതിയേക്കുന്നൊക്കെ എഴുതാം. ഓക്കെ, റൈറ്റ് സൈഡിൽ എഴുതിയ കാൽക്കുലേഷൻസിൽ മാറ്റം വരത്തില്ലല്ലോ. റൈറ്റ് സൈഡിൽ എഴുതിയ കാൽക്കുലേഷൻസ് മാറിയാൽ പോലും ആൻസർ മാറില്ലല്ലോ. നമ്മുടെ ആൻസർ എല്ലാവർക്കും സെയിം കിട്ടിയാൽ മതി. ഓക്കെ, നിങ്ങളുടേതായ രീതി ചെയ്യണമെങ്കിൽ ചെയ്യാം, ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇപ്പം എളുപ്പത്തിൽ വേറെ ഏതെങ്കിലും രീതി ചെയ്യാൻ അറിയാം. ഓക്കെ, നിങ്ങൾ ചെയ്തോ, ആൻസർ സെയിം കിട്ടിയാൽ മതി. ഓക്കെ, ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത് നോക്കാം, മൊബൈൽ ഫോണിന്റെ നോക്കാം. ഇതെല്ലാരും എഴുതി കഴിഞ്ഞില്ലേ? ഇനി മൊബൈൽ ഫോണിന്റെ നോക്കാം. മൊബൈൽ ഫോണിന്റെ ഒറിജിനൽ പ്രൈസ് എത്ര? 25,000 ആണ് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. അടുത്തത് മൊബൈൽ ഫോൺ. എല്ലാരും ശ്രദ്ധിച്ചിരുന്നോ കേട്ടോ? നിങ്ങൾ ചെയ്തു തുടങ്ങിയില്ല എല്ലാരും? കാശിനാഥ്, യെസ്, നിങ്ങൾ ചെയ്തു തുടങ്ങിയില്ല എല്ലാരും? സാറ് കൂടത്തേ ഉള്ളൂ കേട്ടോ. എന്താണ് നമ്മുടെ മൊബൈൽ ഫോണിന്റെ കറന്റ് പ്രൈസ് അല്ല, ഒറിജിനൽ പ്രൈസ് എത്രയാണ്? ഒറിജിനൽ പ്രൈസ് എത്രയാണ്? 25,000 അല്ലേ? യെസ്, 25,000 ആണ് അല്ലെ? 25,000 ആണ് നമ്മുടെ മൊബൈൽ ഫോണിന്റെ ഒറിജിനൽ പ്രൈസ്. എത്ര ശതമാനം കടക്കാരൻ കുറച്ചു കൊടുത്തത്?
എത്ര ശതമാനം കുറച്ച് കൊടുത്തെന്ന് നോക്കിയേ, അവിടെ 20% ആണ് അല്ലെ ദിവ്യാൻഷി? യെസ് നിരഞ്ജന, ആൻസർ ആണ് നിരഞ്ജന കമന്റ് ചെയ്തേക്കണം. ഓക്കെ 20% ആണ് അല്ലെ, 20% ആണ് 20% ആണ് കടക്കാരൻ കുറച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആ 20% എത്രയാണ്? യെസ് ധ്രുവ് കണ്ടു കേട്ടോ, ധ്രുവ കണ്ടു. അപ്പൊ 20% നമുക്ക് എത്രയാണെന്ന് കണ്ടുപിടിക്കണം ആദ്യം അല്ലെ. 20% ഓഫ് 25,000 എത്രയാണ് നമുക്ക് കണ്ടുപിടിക്കണം. സോ നമുക്ക് എഴുതാം എന്താ, ഒറിജിനൽ പ്രൈസ് എഴുതി. അപ്പൊ റിഡക്ഷൻ എമൗണ്ട് എത്രയാന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ അതിന് മുമ്പ് നമുക്ക് ആദ്യം റിഡക്ഷൻ പെർസെന്റ് എത്രയാന്ന് അറിയണം. റിഡക്ഷൻ പെർസെന്റ് എത്രയാണെന്ന് നമ്മളോട് പറയണേ. എത്ര പെർസെന്റേജ് റെഡ്യൂസ് ചെയ്തേക്കുന്നത്? 20% ആണ് റിഡക്ഷൻ ഉള്ളത്. 20% റിഡക്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ആ എമൗണ്ട് എത്രയാന്ന് കണ്ടുപിടിക്കാം. ആ എമൗണ്ട് കണ്ടുപിടിച്ചാലേ നമ്മുടെ ആക്ച്വൽ എമൗണ്ടിൽ നിന്ന് അത് കുറയ്ക്കാൻ പറ്റുള്ളൂ അല്ലെ. ആ എമൗണ്ട് കണ്ടുപിടിച്ച ശേഷമല്ലേ നമുക്ക് ഒറിജിനൽ എമൗണ്ടിൽ നിന്ന് ആ എമൗണ്ട് കുറയ്ക്കാൻ പറ്റുള്ളൂ. സോ എല്ലാവരും നോക്കിയോ, എത്രയാണ് റിഡക്ഷൻ എമൗണ്ട്? അത് എത്ര രൂപയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോവാ. റിഡക്ഷൻ എമൗണ്ട് അത് എത്ര രൂപയാണെന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, നമുക്ക് നമ്മുടെ ഒറിജിനൽ പ്രൈസിന്റെ എത്ര ശതമാനം കണ്ടാ മതി? 20% കണ്ടാ മതി അല്ലെ. ഒറിജിനൽ പ്രൈസ് ആയി 25,000ന്റെ 20% കണ്ടാൽ മതി നമുക്ക്. ഓക്കെ, അപ്പൊ നമുക്ക് റിഡക്ഷൻ എമൗണ്ട് കാണിക്കാം. അപ്പൊ 20% എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം 20/100 ആണ്. ഇൻറ്റു ഏതിന്റെ 20% ആണ് നിങ്ങൾ കാണാൻ പോണത്? ഏതിന്റെയാണ്? ഈ ഒറിജിനൽ പ്രൈസ് ആയ 25,000ന്റെ 25,000 സാർ എഴുതി. ഇവിടെ നമുക്ക് രണ്ട് സീറോസ് കട്ട് ചെയ്യാം. പിന്നെ എന്തുണ്ട് മക്കളെ അവിടെ? ഈ 250 അല്ലെ, 250 × 20 ഉണ്ട്. 250 × 20 ചെയ്യാൻ ഒരു എളുപ്പം പറഞ്ഞുതരാം. 250 × 20 ആദ്യം 25 × 2 ചെയ്യുക. ഓക്കെ, 25 × 2 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? നിങ്ങൾക്ക് എല്ലാവർക്കും പെട്ടെന്ന് പറയാൻ പറ്റും. 25 × 2 എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയും 50 ആണെന്ന് പറയും അല്ലെ. 25 × 2 50 ആണെന്ന് പറയും. പിന്നെ എന്തൊക്കെയുണ്ട് മിച്ചം നമ്മൾ എടുക്കാത്തതായിട്ട്? ഇവിടെയും ഒരു സീറോ ഉണ്ട്, ഇവിടെയും ഒരു സീറോ ഉണ്ട് അല്ലെ. 20യുടെ ഒരു സീറോ ഉണ്ട്, 250യുടെയും ഒരു സീറോ ഉണ്ട്. ആ രണ്ട് സീറോസ് അങ്ങ് ഇട്ട് കൊടുക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ 5,000 റുപ്പീസ് ആണ് കുറഞ്ഞ എമൗണ്ട് നമുക്ക് കിട്ടി അല്ലെ. ഒറിജിനൽ പ്രൈസ് എത്രയാണെങ്കിലും അതിൽ നിന്നും 5,000 രൂപ കുറഞ്ഞു എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, 5,000 രൂപ കുറഞ്ഞു. ഇനി ആ കുറഞ്ഞ എമൗണ്ട് അല്ലെങ്കിൽ ഇപ്പോഴത്തെ കറന്റ് പ്രൈസ് നമുക്ക് കാണാം. കറന്റ് പ്രൈസ് എത്രയാണ് മക്കളെ? കറന്റ് പ്രൈസ് കാണാനായിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? കറന്റ് പ്രൈസ് കാണാൻ ഒറിജിനൽ എമൗണ്ടിൽ നിന്നും, ഒറിജിനൽ എമൗണ്ട് ആയ 25,000ൽ നിന്നും എത്ര കുറച്ചാൽ മതി? 5,000 അങ്ങ് കുറച്ചാൽ മതി അല്ലെ. 5,000 രൂപ കുറച്ചാൽ മതി. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 25,000ൽ നിന്നും 5,000 പോയപ്പോൾ 20,000 ഉള്ളൂ അവിടെ അല്ലെ. 20,000 ഉള്ളൂ. യെസ്, 25,000 നമുക്ക് കിട്ടി. യെസ് ദിവ്യാൻഷി, അർജുൻ, നിവേദ്യ കിട്ടിയ എല്ലാവർക്കും. തരുൺ മാധവ് ഓക്കെ. എന്തോ അനസേ പറഞ്ഞോ? മനസ്സിലായില്ല, വിട്ടുപോയോ? ഏതാ മനസ്സിലായത്? ഈ ചോദ്യമാണോ? ആ, ഈ ചോദ്യം മോനോട് ഞാൻ ക്വസ്റ്റ്യൻ മനസ്സിലായ മോനെ? ഇപ്പം ഞാൻ പറയട്ടെ, ഇവിടെ മൊബൈൽ ഫോണിന്റെ കാര്യം പറയണേ. മൊബൈൽ ഫോൺ ഒറിജിനൽ പ്രൈസ് എന്ന് പറയുന്നത് 25,000 രൂപയാണ് മൊബൈൽ ഫോണിന്. ഓക്കെ, ധ്രുവയെ കണ്ടു, സെറ്റ്. ഓക്കെ, ധ്രുവ് കണ്ടുട്ടാ. അപ്പൊ മൊബൈൽ ഫോണിന് ശരിക്കും 25,000 രൂപയാണ്. അപ്പൊ കടക്കാരൻ എന്ത് തീരുമാനിച്ചു? അത് പഴയ സ്റ്റോക്ക് ആയതുകൊണ്ട്, അത് പഴയ മോഡൽ ആയതുകൊണ്ട് ഒരു 20% വില അങ്ങ് കുറയ്ക്കാൻ തീരുമാനിച്ചു. ഓക്കെ, അനസ് ഇവിടെ ഉണ്ടാ? അനസ് യെസ്, ഒരു 20% വില അങ്ങ് കുറച്ചു കൊടുത്തേക്കാന്ന് തീരുമാനിച്ചു. അപ്പോൾ നമുക്ക് ആ 20% എത്രയാന്ന് കണ്ടുപിടിച്ചാലേ എത്രയാ കുറഞ്ഞതെന്ന് പറയാൻ പറ്റുള്ളൂ അല്ലെ. 20% എത്രയാന്ന് കണ്ടുപിടിക്കണ്ടേ? അതായത് നമ്മുടെ മൊബൈൽ ഫോണിന്റെ പ്രൈസ് എത്രയാ? ഒറിജിനൽ പ്രൈസ് 25,000 രൂപയാണ്. 25,000 രൂപ. ആ 25,000ന്റെ 20% കുറഞ്ഞത്. 25,000ന്റെ എത്ര ശതമാനം? 20% കുറഞ്ഞത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ആ 20% എത്രയാന്ന് കണ്ടുപിടിക്കാൻ പോവാ. ഓക്കെ, ഈ 25,000ന്റെ 20% എത്രയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോവാ. അതെങ്ങനെ കണ്ടുപിടിക്കണേ? റിഡക്ഷൻ എമൗണ്ട് എങ്ങനെ കണ്ടുപിടിക്കണേ? നോക്കിയേ, 20% എന്ന് പറഞ്ഞാൽ മോനറിയാം 20/100 എന്ന് എഴുതാം അല്ലെ. ഇൻറ്റു ഏതിന്റെ 20% നമ്മളിപ്പോ കാണാൻ പോണത്? ഏതിന്റെ 20%? നമ്മളിപ്പോ കാണാൻ പോണത് 25,000ന്റെ ആണ് അല്ലെ. മൊബൈൽ ഫോണിന്റെ ഒറിജിനൽ പ്രൈസ് ആയ 25,000 രൂപയുടെ 20% നമ്മൾ കാണാൻ പോണത്. സോ 20/100 ഇൻറ്റു 25,000. ഓക്കെ, ഇതെല്ലാവരോടും കൂടെ ആയിട്ട് പറയുന്നേ. മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നുകൂടെ കേട്ടോ എല്ലാരും. ഒരാളോട് മാത്രമല്ല, എല്ലാവരോടും കൂടെ പറയുന്നത്.
സോ എല്ലാരും ശ്രദ്ധിച്ചിരുന്നോ? അപ്പൊ 20/100 × 25,000 എഴുതി. ഓക്കെ, അവിടെ നിന്ന് നോക്കിയേ, ഈ രണ്ട് സീറോസും കട്ട് ചെയ്ത് കളഞ്ഞു. പിന്നെ എന്താ മിച്ചമുള്ളേ മോനെ? എന്താ മിച്ചമുള്ളേ? 20 × 250 അല്ലെ? 20 × 250 അല്ലേ പിന്നെ വെച്ചോളൂ അവിടെ അല്ലെ? 20 × 250 സാറിപ്പോ ഒരു എളുപ്പവഴി പറഞ്ഞു തന്നു പെട്ടെന്ന് ചെയ്യാൻ. എന്താണ്? ഈ 25 × 2 നമുക്ക് ആദ്യം ചെയ്യാം. 25 × 2 ആദ്യം ചെയ്യാം. അപ്പൊ അത് മോനെ അറിയാം എത്രയാണ്? 50 ആണെന്ന് അറിയാം. പിന്നെ അവിടെ എന്തൊക്കെയുണ്ട് മിച്ചം? ഇവിടെ ഒരു സീറോ ഉണ്ട്, ഇവിടെയും ഒരു സീറോ മിച്ചമുണ്ട്. ആ രണ്ട് സീറോസ് കൂടെ സാർ അങ്ങ് ഇട്ട് കൊടുത്തു. അപ്പോൾ എത്രയായി ഉത്തരം? 5000 കിട്ടി. ഇപ്പോൾ എന്താ കിട്ടിയത്? കടക്കാരൻ എത്ര രൂപയാണ് കുറച്ച് കൊടുത്തത് നമുക്ക് മനസ്സിലായി. എത്ര രൂപ കുറച്ച് കൊടുത്തു കടക്കാരൻ? 5000 രൂപ കുറച്ച് കൊടുത്തു. എത്ര രൂപയിൽ നിന്നാ കുറച്ചത്? ഒറിജിനൽ പ്രൈസ് എത്രയായിരുന്നു? ഒറിജിനൽ പ്രൈസ് ഇവിടെ എഴുതിയിട്ടുണ്ടോ സാറ്? ഒറിജിനൽ പ്രൈസ് 25,000. അപ്പൊ 25,000 നിന്നും 5,000 രൂപ കടക്കാരൻ കുറച്ച് കൊടുത്തു. അപ്പോൾ എത്രയുണ്ട്? 25,000 മൈനസ് 5,000 നമുക്കറിയാം 20,000 അല്ലെ? 25,000 മൈനസ് 5,000 20,000. എല്ലാവർക്കും കിട്ടിയേക്കാം. ഓക്കെ, ആൽവിനെ പറഞ്ഞ പെട്ടെന്ന് ചെയ്ത് കഴിച്ചു. സാറേ അങ്ങോട്ട് വരുവാ ഇപ്പൊ ചെക്ക് ചെയ്യാം നമുക്ക് കേട്ടോ. ഓക്കെ, അതുപോലെ നന്ദഗോപൻ പറഞ്ഞോടാ. $20/100 × 25,000. അതെ, കളഞ്ഞു. $20യുടെയും $250യുടെയും സീറോ ക്യാൻസൽ ചെയ്യാൻ പറ്റില്ലെന്നോ മോനെ? അത് ഡിവിഷൻ അല്ല, അവിടെ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ. പിന്നെ 20 × 250 എന്ന് പറഞ്ഞാൽ അത് മൾട്ടിപ്ലിക്കേഷൻ അല്ലേ. മൾട്ടിപ്ലിക്കേഷനിൽ നമ്മൾ സീറോസ് ക്യാൻസൽ ചെയ്യില്ല, ഡിവിഷനിലാണ് അത് ചെയ്യുന്നത് കേട്ടോ. മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ സീറോസ് ക്യാൻസൽ ചെയ്യാൻ ഉത്തരം വേറെ മാറിപ്പോകും. അതായത് 20 × 250 വരെ നമ്മൾ രണ്ട് സീറോസ് കട്ട് ചെയ്തിട്ട് 2 × 25 ചെയ്താൽ നമുക്ക് 50 അല്ലേ കിട്ടുള്ളൂ. 50 അല്ലല്ലോ നമ്മുടെ ഉത്തരം. അങ്ങനെ നമുക്ക് കിട്ടില്ല. ഓക്കെ, അങ്ങനെ ചെയ്യരുത് കേട്ടോ. ഡിവിഷനിലെ സീറോസ് കട്ട് ചെയ്യാവുള്ളൂ, മൾട്ടിപ്ലിക്കേഷൻ ചെയ്യരുത് കേട്ടോ. $10/100 × 65,000. എന്നിട്ട് മോനെ 10ന്റെ ഒരു സീറോയും 100ന്റെ ഒരു സീറോയും കട്ട് ചെയ്തു. ഓക്കെ, എന്നിട്ട് 65,000 ÷ 10. അപ്പോഴും ഒരു സീറോ കട്ടായി പോയി. ഓക്കെ, അങ്ങനെ ചെയ്താലും ഒരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഒരു സോൾവ് ചെയ്യാൻ ഇത് മാത്രമല്ല പറ്റില്ല, പല രീതിയിലും ചെയ്യാം. നിങ്ങൾക്ക് പലർക്കും പല രീതിയിലായിരിക്കും ചെയ്യാൻ ആഗ്രഹം. എങ്ങനെ ചെയ്താലും നമുക്ക് ആൻസർ അവസാനം കിട്ടിയാൽ മതി. ഓക്കെ, അതൊന്നും കുഴപ്പമില്ല കേട്ടോ. യെസ്, ആൻഡ്രിയ എലിസബത്ത് പെട്ടെന്ന് പറഞ്ഞു കേട്ടോ, നമുക്ക് അടുത്ത ക്വസ്റ്റിനോട്ട് പോകണം. $59,500. അത് മോൾ ഒന്നുകൂടെ എഴുതി കാൽക്കുലേറ്റ് ചെയ്തേ. മോള് ഒന്ന് എഴുതിയിട്ട് 65,000 മൈനസ് 6,500 എന്ന് എഴുതി കണ്ടുപിടിച്ചേ. അതെങ്ങനെയാ 59,500 കിട്ടുന്നേ? അത് 5,500 കുറച്ചാൽ ശരിയാ, 59,500 കിട്ടും. ഇത് 6,500. ഒന്നുകൂടെ ചെയ്തു നോക്കിയാ മോള് കേട്ടോ. എവിടെയും മിസ്റ്റേക്ക് പറ്റിയെന്ന് മനസ്സിലാവും മോൾക്ക്. ഒന്നുകൂടെ ചെയ്തു നോക്കിയോ. ഓക്കെ, നിരഞ്ജന. കേൾക്കാവോ? ഓക്കെ, സ്മാർട്ട് വാച്ചിന്റെ ഉത്തരമൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. 8,400. എല്ലാവർക്കും 8,400 ആണ് കിട്ടിയത്. സ്മാർട്ട് വാച്ചിന്റെ 8,400 ആണ് കിട്ടിയതാ. ചെയ്ത് നോക്കിയായിരുന്നോ? നിരഞ്ജന കേൾക്കാമോ? ഡൗട്ട്സ് ഉണ്ടാ? ഇല്ല, ബ്ലറാണോ? അങ്ങനെയാണെങ്കിൽ മോളൊന്ന് റീജോയിൻ ചെയ്തോ. എനിക്ക് ഒന്ന് നെറ്റ്വർക്ക് ഒന്ന് ചെക്ക് ചെയ്തിട്ടോ, അല്ലെങ്കിൽ ഒന്ന് മാറി എന്നൊക്കെ നോക്കട്ടോ, എന്നിട്ട് പറ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തത് ഏതായിരുന്നു? നമുക്ക് സ്മാർട്ട് വാച്ചിന്റെ പ്രൈസ് കാണണം അല്ലെ? സ്മാർട്ട് വാച്ച് എല്ലാവർക്കും ഉണ്ടോ? സ്മാർട്ട് വാച്ച് ഒക്കെ ഇപ്പൊ എല്ലാവരുടെ കയ്യിൽ സ്മാർട്ട് വാച്ച് ആണല്ലോ. എല്ലാവർക്കും ഉണ്ടോ സ്മാർട്ട് വാച്ച്?
ഓ നിവേദിയുടെ കേടായി പോയി. അപ്പൊ സ്മാർട്ട് വാച്ചിലോട്ട് വരുമ്പോൾ നമുക്കറിയാം സ്മാർട്ട് വാച്ചിന്റെ ഒറിജിനൽ പ്രൈസ് എത്രയാ മക്കളെ? ഒറിജിനൽ പ്രൈസ് 12,000 ആണ്. എത്ര ശതമാനം കുറച്ചു കൊടുത്തു? എത്ര ശതമാനം കുറച്ചത്? 30% കുറച്ചു അല്ലെ? 12,000 രൂപയാണ് ഒറിജിനൽ പ്രൈസ്, 30% കുറച്ചു. അപ്പൊ നമുക്ക് എഴുതാം ഒറിജിനൽ പ്രൈസ് എന്ന് പറയുന്നത് 12,000 അല്ലെ? 12,000 ആണ്. റിഡക്ഷൻ പെർസെന്റ് എന്ന് പറയുന്നത് എത്രയാണ്? 30% പറഞ്ഞു. പലരും ചെയ്തു കാണും അല്ലെ? നിങ്ങൾ പലരും ചെയ്തു. ഇത് ആൻസർ ചിലരുടെയൊക്കെ കണ്ടായിരുന്നു, കറക്റ്റ് ആയിരുന്നു കേട്ടോ. കമന്റ് ചെയ്തതൊക്കെ കറക്റ്റ് ആയിരുന്നു. ഓക്കെ, അപ്പൊ റിഡക്ഷൻ പെർസെന്റ് 30%. ഇനി നമുക്ക് എന്ത് കാണണം? ആ റിഡക്ഷൻ പെർസെന്റേജ് വെച്ച് നമുക്ക് എത്ര രൂപയാണ് കുറഞ്ഞതെന്ന് കണ്ടുപിടിക്കണം. അതായത് റിഡക്ഷൻ എമൗണ്ട് കണ്ടുപിടിക്കണം. എത്ര രൂപ കുറഞ്ഞു? റിഡക്ഷൻ എമൗണ്ട് കണ്ടുപിടിക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ 12,000 രൂപ, നമ്മുടെ എമൗണ്ടിന്റെ 30% നമ്മൾ കാണാൻ പോവാ അല്ലെ? എമൗണ്ടിന്റെ 30% കാണാൻ പോവാ. 30% എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം 30/100 ഇൻറ്റു 12,000. ഏതിന്റെ നമ്മൾ 30% കാണാൻ പോണേ? 12,000ന്റെ. സോ നമുക്ക് കട്ട് ചെയ്യാം സീറോസ്. പിന്നെ എന്തുണ്ട്? ഈ 120 × 30 ഉണ്ട്. 120 × 30 നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം. 12 × 3 ചെയ്യാം അല്ലെ? 12 × 3 നിങ്ങൾക്കറിയാം 36 ആണ്. 36 ആണ്. പിന്നെ എന്തൊക്കെ മിച്ചം? ഇവിടെയും ഒരു 0 ഉണ്ട്, ഇവിടെയും ഒരു 0 ഉണ്ട്. സോ ആ 2 0 കൂടെ സാർ ഇട്ട് കൊടുത്തു. 3,600 റുപ്പീസ് കുറച്ചു എന്ന് നമുക്ക് മനസ്സിലായി അല്ലെ? 3,600 രൂപ കുറച്ചു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇനി കറന്റ് പ്രൈസ് കാണണം നമുക്ക് അല്ലെ? നമുക്ക് എന്ത് കാണണം? കറന്റ് പ്രൈസ് കാണണം. സോ നമുക്ക് എഴുതാം കറന്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു എത്രയാണ്? കറന്റ് പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ്? ഒരു കാര്യം ചെയ്തിട്ട് എല്ലാരും ക്യാമറ ഓൺ ചെയ്തിരുന്നേ. ക്യാമറ ഓഫ് ആക്കിയിട്ട് ആരും ക്ലാസ് ഇരിക്കണ്ട. എല്ലാരും ക്യാമറ ഓൺ ആക്കിയ പെട്ടെന്ന്. ഒരുപാട് പേര് ക്യാമറ ഓഫ് ചെയ്ത് ക്ലാസ് ഇരിപ്പുണ്ട് കേട്ടാ. പെട്ടെന്ന് ഓൺ ചെയ്തോ, എല്ലാരും ഓൺ ചെയ്തോ. ക്ലാസ് ഇരിക്കുവാണെങ്കിൽ ക്യാമറ ഓൺ ചെയ്ത് ഇരിക്കാവുള്ളൂ. ഓക്കെ, അപ്പൊ കറന്റ് പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ്? നമുക്കറിയാം നമ്മുടെ ഒറിജിനൽ പ്രൈസ് ആയ 12,000 നിന്നും നമുക്ക് എത്ര രൂപ കുറച്ചു? കടക്കാരൻ 3,600 രൂപ കുറച്ച് തന്നു. അപ്പൊ 3,600 അങ്ങ് കുറച്ചു. തരുൺ മാധവേ ആൻസർ ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കിയേ. സാർ ആൻസർ കണ്ടു, ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കിയേ. എവിടെയെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടോ എന്ന് നോക്കിക്കടാ. ഇഷാനെ ശരിയാട്ടോ, ഇഷാന്റെ ആൻസർ ശരിയാണ്. ദിവ്യാൻഷി ശരിയാണ്. എല്ലാവരും കമന്റ് ചെയ്തോ, ആൻസർ കമന്റ് ചെയ്തോ, കിട്ടിയവരൊക്കെ കമന്റ് ചെയ്തോ. 12,000 മൈനസ് 3,600. നിരഞ്ജന യെസ്. നിഹാരിക, പ്രിസ്ക, ഏഞ്ചൽ ഒന്ന് ആൻസർ ചെക്ക് ചെയ്തേ. യെസ്. ആഗ്നസ് ശരിയാണ്. ഷഫിയ ഒരു 0 കൂടി പോയതാണോ? അർജുൻ ഓക്കെ. ദനീന 8,400 ശരിയാണ്. കാശിനാഥ് ആൻസർ ചെക്ക് ചെയ്യണം കേട്ടാ. ഒന്നുകൂടെ മിസ്റ്റേക്ക് ഉണ്ട്, എന്തോ മിസ്റ്റേക്ക് ഉണ്ട്, ചെക്ക് ചെയ്യണം. വേദ ആൻസർ ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ എത്ര കിട്ടി? നമുക്ക് 8,400 എന്ന ഉത്തരം കിട്ടി. ഇത് മൈനസ് ചെയ്തപ്പോൾ 8,400 കിട്ടി. കിട്ടിയവർക്ക് കുഴപ്പമില്ല. മിസ്റ്റേക്ക് എന്തെങ്കിലും ഉള്ളവർക്ക് എവിടെയാ മിസ്റ്റേക്ക് എന്ന് നോക്കി മനസ്സിലാക്കിയേ. എവിടെയാണ് മിസ്റ്റേക്ക് പറ്റിയെന്ന് നോക്കി മനസ്സിലാക്കിയേ. ആദ്യത്തെ കിട്ടിയോ? ചെയ്യ, സിമ്പിൾ അല്ലേ? സാർ എഴുതാൻ വേണ്ടി നോക്കിയിരിക്കണ്ട, നിങ്ങൾ തന്നെ ചെയ്യുക. അപ്പൊ മിസ്റ്റേക്ക് പറ്റിയാൽ ഇപ്പൊ കുഴപ്പമില്ലല്ലോ. സാർ എഴുതുമ്പോൾ നമുക്ക് കാണാം, തിരുത്തി എഴുതാം. തന്നെ ചെയ്ത് പഠിക്കണം നമ്മള്. ഓക്കെ, എപ്പോഴും നോക്കി എഴുതിക്കൊണ്ടിരിക്കരുത്. തന്നെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. ധ്രുവേ പറഞ്ഞേ. എത്രയാണ്? 12,000 മൈനസ് 3,600 ആണ് നമ്മൾ ചെയ്യുന്നത് അല്ലെ? അപ്പോ 0 0 പിന്നെ എത്രയാണ്? 4 വരും അല്ലെ? 10ൽ നിന്നും 6 പോയാൽ 4 വരും. അപ്പൊ ഇവിടെ 1 ആവും. സോ ഇവിടെ നമ്മൾ വീണ്ടും ബോറോ എടുത്തു. 11ൽ നിന്നും 3 പോയാൽ എത്രയാടാ? 11ൽ നിന്നും 3 പോയാൽ എത്രയാണ്? ആഹാ, ഇത്രയും നേരം 11ൽ നിന്നും 3 പോയപ്പോ നിനക്ക് 7 ആയിരുന്നു. ഇപ്പൊ മനസ്സിലായില്ലേ? ഓക്കെ ഓക്കെ, ഇപ്പൊ മനസ്സിലായില്ലേ? ഓക്കെ, എളുപ്പല്ലേ? ഇങ്ങനത്തെ ഒരു ചോദ്യം വന്നാൽ നിങ്ങൾ എക്സാമിന് ചെയ്യോ ഇല്ലയോ? ഇങ്ങനത്തെ ചോദ്യം വന്നാൽ ചെയ്യോ? അൽക്ക ചെയ്യോ? അൽക്ക ചെയ്യും. യെസ്. അലൻ വർഗീസേ ചെയ്യോടാ?
അലൻ വർഗീസ് അൺമ്യൂട്ട് ചെയ്തേ. ചെയ്യും, നിനക്ക് മനസ്സിലായ ശരിക്കും? ക്ലിയർ ആണ്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിക്കണം. ഓക്കെ. അതുപോലെ എൽദോ ജിനോ മോനെ മനസ്സിലായോ? എഴുതിയെടുത്തോ മോൻ? തന്നൊക്കെ എഴുതിയെടുത്താ? ഇരിപ്പ് കണ്ടിട്ട് എഴുതിയെടുത്ത് തോന്നണില്ലല്ലോ. ബുക്ക് എന്തിയേ? ജോയിൻ ചെയ്തോളെങ്കിൽ എഴുതുന്നതിന് കുഴപ്പമില്ലെന്ന്. നോട്ട് എഴുതണം സാർ ആദ്യമേ പറഞ്ഞില്ലേ, നോട്ട് കാണണം. ഓക്കെ, ക്ലാസ് കഴിയുമ്പോ പേര് വിളിക്കുന്നത് ആരൊക്കെയാണോ അവരെല്ലാം നോട്ട് കാണിച്ചിട്ടേ പോകാൻ പറ്റുള്ളൂ. നോട്ട് എഴുതണം കേട്ടാ, കംപ്ലീറ്റ് ചെയ്യ. അതുപോലെ ഇഷാനെ എങ്ങനെയുണ്ട്? കിട്ടിയ മനസ്സിലായി? ഓക്കെ, ഗുഡ്. ഇഷ തൻഹ, ഇഷ ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? സാർ പറയുന്നത് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? സ്പീഡ് കൂടുതലുണ്ടോ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? പറ. ഇല്ല, കുഴപ്പമൊന്നുമില്ല. യെസ്, ഓക്കെ. അപ്പൊ നമ്മൾ ഓരോന്നിന്റെയും കറന്റ് പ്രൈസ് കണ്ടുപിടിച്ചു അല്ലെ? നമുക്ക് 3 കറന്റ് പ്രൈസ് ആയിരുന്നു കണ്ടുപിടിക്കാനുള്ള. ഏതൊക്കെ? ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ, അതുപോലെ സ്മാർട്ട് വാച്ച്. 3ന്റെയും നമ്മൾ കണ്ടുപിടിച്ചു. ലാപ്ടോപ്പിന്റെ നമ്മൾ എന്താന്ന് കണ്ടുപിടിച്ചു? 58,500 ആണെന്ന് കണ്ടുപിടിച്ചു. അതുപോലെ മൊബൈൽ ഫോണിന്റെ കറന്റ് പ്രൈസ് എന്ന് പറയുന്നത് 20,000 ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ശേഷം സ്മാർട്ട് വാച്ചിന്റെ നമ്മൾ 8,400 ആണെന്നും കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. നോക്കിയെല്ലാരും, എല്ലാരും ഇവിടെ നോക്കിക്കോ, ശ്രദ്ധിച്ചോ? ക്വസ്റ്റ്യൻ എഴുതണം കേട്ടോ. ഇത് ക്വസ്റ്റ്യൻ എഴുതണം. എല്ലാരും ഇവിടെ ശ്രദ്ധിച്ചോ, എളുപ്പമാണ്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. പെർസെന്റേജ് കാണാനാണ്. നോക്കിക്കോ. എ ബിസിനസ് മാൻ ഡൊണേറ്റ്സ് 2% ഓഫ് ഹിസ് മന്ത്ലി പ്രോഫിറ്റ് ടു ചാരിറ്റി. ഓക്കെ, ബിസിനസ്സുകാരൻ എന്ത് ചെയ്തു? എല്ലാ മാസവും തനിക്ക് കിട്ടുന്ന പ്രോഫിറ്റിൽ നിന്നും, ലാഭത്തിൽ നിന്നും ഒരു 2% ചാരിറ്റിക്ക് വേണ്ടിയിട്ട്, ഓക്കെ, ചാരിറ്റിക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തു. ഇൻ എ സർട്ടൻ മന്ത് ഹി ഗോട്ട് 25,000 rupees as പ്രോഫിറ്റ്. ഒരു മാസം, ഏതോ ഒരു മാസം ആൾക്ക് 25,000 രൂപ പ്രോഫിറ്റ് കിട്ടി, അതായത് 25,000 രൂപ ലാഭം കിട്ടി. ഹൗ മച്ച് ഓഫ് ദിസ് ഡിഡ് ഹി ഡൊണേറ്റ് ടു ചാരിറ്റി? അങ്ങനെയെങ്കിൽ ആ മാസം എത്ര രൂപയായിരിക്കും ആള് ചാരിറ്റിക്ക് വേണ്ടിയിട്ട് കൊടുത്തത്? ഓക്കെ, അങ്ങനെയെങ്കിൽ ആ മാസം എത്ര രൂപ ആള് ചാരിറ്റിക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ടാവും? ആളുടെ ലാഭത്തിന്റെ എത്ര ശതമാനം ആള് ചാരിറ്റിക്ക് കൊടുക്കുന്നത്? ലാഭത്തിന്റെ എത്ര ശതമാനമാണ്? 2%. ഓക്കെ, ഒരു മാസം എത്ര ലാഭം കിട്ടിയോ അതിന്റെ 2%മാണ് ആള് ചാരിറ്റിക്ക് വേണ്ടി മുടക്കുന്നത്, അല്ലെങ്കിൽ ചാരിറ്റിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഈ വർഷം അല്ലെങ്കിൽ ഈ മാസം എന്ന് പറഞ്ഞില്ല, ഒരു മാസം ആൾക്ക് കിട്ടിയത് 25,000 രൂപയുടെ ലാഭമാണെന്ന് പറഞ്ഞു. അപ്പൊ 25,000 രൂപ ലാഭം കിട്ടിയപ്പോൾ ആൾ എത്ര രൂപ മുടക്കി കാണുമെന്ന് അറിയാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? എത്ര ലാഭം കിട്ടിയാലും 2%മാണ് ആൾ മുടക്കുന്നത് അല്ലെ? എത്ര ലാഭം കിട്ടിയാലും 2%മാണ് മുടക്കുന്നത്. അപ്പോൾ 25,000 ലാഭം കിട്ടിയാൽ അതിന്റെ 2% അല്ലേ ആള് ചാരിറ്റിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത് അല്ലെ? അതിന്റെ 2%. നമുക്ക് എന്ത് ചെയ്താം? നമുക്ക് എവിടെ തുടങ്ങാം? നമുക്ക് പറയാം. ആദ്യം എമൗണ്ട് അല്ലേ? നമുക്ക് എമൗണ്ട് എഴുതാം. ഏത് amount got as profit? amount got as profit. പ്രോഫിറ്റ് ആയിട്ട് എത്ര രൂപ കിട്ടി? 25,000 രൂപ ആൾക്ക് കിട്ടി ഈ മാസം. 25,000. ഓക്കെ, ഒരു മാസം 25,000 രൂപ ആൾക്ക് പ്രോഫിറ്റ് കിട്ടി. എത്ര ശതമാനമാണ് ചാരിറ്റി കൊടുക്കുന്നത്? എത്ര ശതമാനമാണ് ചാരിറ്റി കൊടുക്കുന്നത്? 2%മാണ് ചാരിറ്റി കൊടുക്കുന്നത് പറഞ്ഞിട്ടുണ്ട്. കണ്ടാ, 2%മാണ് ചാരിറ്റി കൊടുക്കുന്നത്. സോ നമുക്ക് എന്ത് കണ്ടാൽ മതി? 25,000ന്റെ 2% കണ്ടാൽ പോരെ? അപ്പൊ നമുക്ക് എഴുതാം എന്താ? എമൗണ്ട് ഡൊണേറ്റഡ്. എമൗണ്ട് ഡൊണേറ്റഡ് എന്ന് പറയുമ്പോൾ അതെങ്ങനെയായിരിക്കും? എത്ര രൂപ ഡൊണേറ്റ് ചെയ്തെന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് ഈ 25,000 രൂപയുടെ 2% കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ സാറ് പറയാം, ഈ 2% എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എന്താണ്? 2/100 എന്ന് എഴുതിയാൽ മതി അല്ലെ? 2% എന്ന് പറഞ്ഞാൽ 2/100. ഏതിന്റെ 2%മാണ് കാണേണ്ടത്? 25,000 രൂപയുടെയാണ് അല്ലെ? 25,000ത്തിന്റെ 2%മാണ് നമ്മൾ കാണാൻ പോണത്. ഓക്കെ, 2/100 into 25,000. കണ്ടുപിടിച്ചോ? പെട്ടെന്ന് കണ്ടുപിടിച്ചോ. 2/100 into 25,000. പലരും പണ്ടേ ചെയ്ത് കഴിഞ്ഞു.
യെസ്, ഞാൻ ആൻസർ കാണുന്നുണ്ട്. ഞാൻ പറയുന്നില്ല ആൻസർ, എല്ലാരും ചെയ്തോട്ടെ, എല്ലാരും ചെയ്യട്ടെ. അതുകൊണ്ടാണ് ഞാൻ ആൻസർ പറയാതെ. എല്ലാരും തന്നെ ചെയ്തേ. ഐലിനാണ് സ്ക്രീനിൽ നോക്കുമ്പോൾ വേദനിക്കുന്നു എന്ന് പറഞ്ഞതാ. കണ്ണിക്കുരു ആയതുകൊണ്ടല്ലേ? സാരമില്ല, നമുക്കിപ്പോ കുറച്ചു നേരോടെ ക്ലാസ് ഉള്ളൂ. 7:30 നമ്മുടെ ക്ലാസ് തീരുമല്ലോ. സോ കുറച്ചു നേരോടെ സഹിക്കട്ടാ, കുറച്ചു നേരോടെ സഹിക്കാൻ. ഓക്കെ, കിട്ടിയ? എല്ലാരും കമന്റ് ചെയ്യുന്നുണ്ട്. എല്ലാരും കമന്റ് ചെയ്തോ? എല്ലാരും കമന്റ് ചെയ്ത ആൻസർ എത്രയാണ്? എല്ലാവർക്കും 500 കിട്ടിയ? 500 കിട്ടിയ നമുക്ക് കട്ട് ചെയ്യാം. ഈ 2 സീറോസും ഈ 2 സീറോസും കട്ട് ചെയ്യാം. പിന്നെ എന്തുണ്ടോ മക്കളെ അവിടെ? അവിടെ എന്തുണ്ട്? ഒരു 250 ഉണ്ട്, ഒരു ഇൻറ്റു 2 ഉണ്ട് അല്ലെ? 250 ഇൻറ്റു 2 അല്ലെങ്കിൽ 2 ഇൻറ്റു 250 ഉള്ളൂ. 2 ഇൻറ്റു 250 നിങ്ങൾ ഇത്ര ചെയ്തോ. 2 ഇൻറ്റു 25 ആദ്യം ചെയ്തോ. 2 ഇൻറ്റു 25 എത്രയാടാ? 2 ഇൻറ്റു 25 നമുക്കറിയാം 50 ആണ്. പിന്നെ ഒരു സീറോയും കൂടെ അവിടെ മിച്ചമുണ്ടല്ലോ, അതുകൂടെ അങ്ങ് ഇട്ടോ. അപ്പോൾ 500 എന്ന് ഉത്തരം കിട്ടി അല്ലെ? 500 എന്ന് കിട്ടി. അപ്പോൾ എത്ര രൂപ കൊടുത്തു, സ്പെൻഡ് ചെയ്തു? 500 റുപ്പീസ് അല്ലെ? 500 റുപ്പീസ് ആള് ചാരിറ്റിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തു. ധ്രുവേ പറഞ്ഞേ. ആ ഓക്കെടാ, ഓക്കെ ഓക്കെ. സിമ്പിൾ അല്ലേ? സിമ്പിൾ ചോദ്യം അല്ലായിരുന്നോ? ഇപ്പൊ 2 മാർക്കിനും 3 മാർക്കിനൊക്കെ ചിലപ്പോ വരാം. 2 മാർക്കിന് വരാവുന്ന ചോദ്യമാണ്. എളുപ്പത്തിൽ മാർക്ക് മേടിച്ചെടുക്കാൻ, തെറ്റിക്കരുതിട്ട് ആരും. എക്സാമിന് എല്ലാവരും എഴുതിക്കോണം അതൊക്കെ. എഴുതി കഴിഞ്ഞില്ലേ? അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ നമുക്ക്? അടുത്ത ചോദ്യം ചെയ്യാം. നിങ്ങൾ നോക്കിയേ ഇവിടെ ഈ ചോദ്യം നോക്കിയേ. ഓഫ് ദ 50 ടീച്ചേഴ്സ് ഇൻ എ സ്കൂൾ 80% ആർ വുമൺ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? 50 ടീച്ചേഴ്സ് ഉള്ള ഒരു സ്കൂള് അല്ലെ? 50 ടീച്ചേഴ്സ് ഉള്ള സ്കൂളില് 80% വുമൻസ് ആണ്. ഓക്കെ, 80% വുമൻ ആണ്. പിന്നെയോ ഹൗ മെനി ഫീമെയിൽ ടീച്ചേഴ്സ് ആർ ദർ ഇൻ ദ സ്കൂൾ. അങ്ങനെയെങ്കിൽ അവിടെ എത്ര ഫീമെയിൽ ടീച്ചേഴ്സ് ഉണ്ടാവും? ഈ ടീച്ചേഴ്സ് 50 ടീച്ചേഴ്സ് ഉദ്ദേശിക്കുന്ന അതിനകത്ത് മെയിലും ഉണ്ടാവും, ഫീമെയിലും ഉണ്ട്. ഓക്കെ, 50 ടീച്ചേഴ്സ് ഉദ്ദേശിക്കുന്നത് അതിൽ മെയിലും ഉണ്ടാവും, ഫീമെയിലും ഉണ്ടാവും. ഓക്കെ, അതുപോലെ അപ്പൊ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? നമുക്ക് ക്ലൂ 80% ഫീമെയിൽ ആണ്, അഥവാ വുമൻസ് ആണെന്നാ പറഞ്ഞേക്കണേ. വുമൻ അല്ലെ? 80% വുമൻ ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഹൗ മെനി ഫീമെയിൽ ടീച്ചേഴ്സ് ആർ ദർ ഇൻ ദ സ്കൂൾ. നമുക്ക് ആ എണ്ണം കണ്ടുപിടിക്കണം. എത്ര ഫീമെയിൽ ടീച്ചേഴ്സ് ഉണ്ടെന്നുള്ള എണ്ണം നമുക്ക് കണ്ടുപിടിക്കണം. ഓ, ക്വസ്റ്റ്യൻ കാണിച്ച് സ്ലൈഡ് കാണിച്ചപ്പോഴത്തേക്ക് ആൻസർ ആയിട്ട് ആൾക്കാർ വന്നു. എന്താ സ്പീഡ് അല്ലെ? ഇതൊക്കെ പുഷ്പം പോലെ ചെയ്യാവുന്നുള്ളൂ എന്നുള്ള മൈൻഡാ. ഗുഡ്. എല്ലാരും തന്നെ ചെയ്തോ. ഞാൻ ചെയ്യാൻ വേണ്ടി നോക്കിക്കണമെന്നൊന്നുമില്ല. തന്നെ ചെയ്തോട്ടോ. അറിയാവുന്നവർ തന്നെ ചെയ്തോ. തന്നെ ചെയ്ത ആൻസർ കമന്റ് ചെയ്യുന്നുണ്ട് ആൾക്കാർ. സഫറിൻ, ആൽഫ ഓക്കെ കണ്ടുട്ടോ. അതുപോലെ മാളവിക കണ്ടു, മാളവിക കണ്ടു. അരുഷ് നേരത്തെ ആണോ അത്? അതെ. അപ്പൊ നോക്കിയേ, നമുക്ക് നോക്കാം എന്താണ് ഇവിടെ തന്നിരിക്കുന്നത്. നമ്പർ ഓഫ് ടീച്ചേഴ്സ് 50 ആണ്. നമ്പർ ഓഫ് ടീച്ചേഴ്സ് എന്ന് പറയുന്നത് എത്രയാണ്? ടീച്ചേഴ്സ് എന്ന് പറയുന്നത് 50 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നമ്പർ ഓഫ് ഫീമെയിൽ ടീച്ചേഴ്സ്. എത്ര ഫീമെയിൽ ടീച്ചേഴ്സ് ഉണ്ട്? എത്ര ഫീമെയിൽ ടീച്ചേഴ്സ് ഉണ്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 80%. എത്ര ടീച്ചേഴ്സ് ഉണ്ടോ അതിന്റെ 80% എന്ന് പറയുന്നത് ഫീമെയിൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതിന്റെ 80% വുമൺ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? അപ്പോൾ നമുക്ക് എന്ത് കണ്ടാൽ മതി? നമുക്ക് നമ്പർ ഓഫ് ഫീമെയിൽ ടീച്ചേഴ്സ് കാണാൻ എന്ത് ചെയ്താൽ മതി മക്കളെ? നമ്പർ ഓഫ് ഫീമെയിൽ ടീച്ചേഴ്സ് കാണാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ ടോട്ടൽ നമ്പേഴ്സ് ആയ, അതായത് ടീച്ചേഴ്സിന്റെ ടോട്ടൽ നമ്പർ എത്ര? ഇവിടെ 50 പേരാ. അതിന്റെ 80% കണ്ടാൽ പോരെ? മൊത്തം ടീച്ചേഴ്സിന്റെ 80% കണ്ടാൽ പോരെ? നമുക്ക് എന്തെണ്ണം കിട്ടും? എന്തിന്റെ എണ്ണം കിട്ടും? അവിടെ എത്ര ഫീമെയിൽ സ്റ്റാഫുകൾ ഉണ്ട് അല്ലെങ്കിൽ ഫീമെയിൽ ടീച്ചേഴ്സ് ഉണ്ട് നമുക്ക് കിട്ടും അല്ലെ? അപ്പൊ നിങ്ങൾ നോക്കി 80% നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം? 80 ഡിവൈഡഡ് ബൈ 100 എന്നായി തന്നെ എഴുതാം. ഇൻറ്റു ഏതിന്റെ 80% നമ്മൾ കാണാൻ പോണത്? ടോട്ടൽ നമ്പർ ഓഫ് ടീച്ചേഴ്സിന്റെ അല്ലെ? എത്ര ടീച്ചേഴ്സ് ഉണ്ട്? ടോട്ടൽ നമ്പർ ഓഫ് ടീച്ചേഴ്സ് 50 പേരാണ്. സോ 50ന്റെ 80% നമ്മൾ കാണാൻ പോവാണ്. ഓക്കെ, നമുക്ക് സീറോസ് കട്ട് ചെയ്യാം. ഈ സീറോസും ഈ സീറോയും കട്ട് ചെയ്ത് പോയി.
പിന്നെ ഇതും കട്ടായി പോയി. പിന്നെ എന്തുണ്ട് മിച്ചം? എന്തുണ്ട്? 8 into 5 അല്ലേ? 8 into 5 എല്ലാവർക്കും അറിയാം. 8 into 5 എത്രയാണ്? 40 ആണ്. യെസ്. അങ്ങനെ നമുക്ക് നമ്പർ ഓഫ് ഫീമെയിൽ ടീച്ചേഴ്സ്, എത്ര ഫീമെയിൽ ടീച്ചേഴ്സ് ഉണ്ടെന്ന് നമ്മളോട് ചോദിച്ചിരുന്നത് നമ്മൾ കണ്ടുപിടിച്ചു. 40 പേരുണ്ടെന്ന് കണ്ടുപിടിച്ചു അല്ലെ? 40 പേരും ഫീമെയിൽ ടീച്ചേഴ്സ് ആണ് നമ്മൾ കണ്ടുപിടിച്ചു. ആൽവിനെ പറഞ്ഞേ. എന്തോ? എന്താ മോനെ? ആ ചാപ്റ്ററോ? ചാരിറ്റി പുണ്യപ്രവർത്തനം, എന്തെങ്കിലും ഒരു നന്മ ചെയ്യുക. ചാരിറ്റി എന്ന് പറഞ്ഞാൽ ഇല്ലാത്തവർക്ക് കൊടുക്കുക, ഇല്ലാത്തവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാന്നാണ്. ഓക്കെ ഓക്കെ. ചാരിറ്റി നമ്മൾ കേട്ടിട്ടില്ല? അത് ചാരിറ്റി ഫണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അതാണ്. ഇല്ലാത്തവർക്ക് വേണ്ടി അല്ലെ പാവപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു ഫണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്കപ്പം അടുത്ത് നോക്കാം. ഇവിടെ നോക്കിയേ, ഈ ഒരു ചോദ്യം നോക്കിയേ. അടുത്ത ചോദ്യം നോക്കാം. എന്താണ് പറയുന്നത്? 1450 persons voted in an election contested by 2 persons. അല്ലെ? 2 പേര് മത്സരിച്ച ഒരേ ഇലക്ഷൻ. അവിടെ മൊത്തം ആൾക്കാർ എത്ര പേര് വോട്ട് ചെയ്തു? 1450 പേര് വോട്ട് ചെയ്തു. ഓക്കെ, 1450 persons വോട്ട് ചെയ്തു. എത്ര പേരാ മത്സരിച്ചത്? 2 പേരാണ് മത്സരിച്ചത്. 2 പേര് മത്സരിച്ച ഒരു ഇലക്ഷന് 1450 പേര് വോട്ട് ചെയ്തു. The winner got 52% of the votes. ജയിച്ച ആൾക്ക് എത്ര പെർസെന്റേജ് വോട്ട് കിട്ടിയടാ മക്കളെ? ജയിച്ച ആൾക്ക് എത്ര പെർസെന്റേജ് വോട്ട് കിട്ടി? ടോട്ടൽ വോട്ടിന്റെ 52% വോട്ടും ജയിച്ച ആൾക്കാ കിട്ടിയത്. ഓക്കെ, എത്ര പേര് വോട്ട് ചെയ്തോ അത്രയും വോട്ടിന്റെയും 52% മാർക്കാ കിട്ടിയതാ ആ ജയിച്ച ആൾക്ക് കിട്ടി. അതുകൊണ്ടാണല്ലോ അയാൾ ജയിച്ചത്. അങ്ങനെയെങ്കിൽ ഹൗ മെനി വോട്ട്സ് ഡിഡ് ഹി ഗെറ്റ്? എത്ര വോട്ടാ ജയിച്ച ആൾക്ക് കിട്ടിയെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം? ആ ജയിച്ച ആൾക്ക് എത്ര വോട്ട് കിട്ടി എന്ന് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാടാ? അല്ലൻ അല്ല പറഞ്ഞേടാ. വേറെയാണ് ഉത്തരം കിട്ടിയത്. സെയിം ആണോ? വെട്ടിയുള്ളൂ. എന്നിട്ടും ചെയ്ത് കണ്ടുപിടിച്ചു. ഓക്കെ, നമ്മൾ സീറോസ് കട്ട് ചെയ്യുന്നതിന് ഉദ്ദേശിച്ചുള്ളൂ. നമുക്കൊന്ന് എളുപ്പത്തിൽ ചെയ്യണം. ഓക്കെ, എളുപ്പത്തിൽ നമ്മളൊന്ന് ചെയ്യാൻ വേണ്ടി കട്ട് ചെയ്തെന്നുള്ളൂ കേട്ടാ. അത് പല രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. ഏത് രീതിയിൽ ചെയ്താലും ഉത്തരം സെയിം കിട്ടിയാൽ മതി. ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ. ഇവിടെ നോക്കിയോ. അപ്പൊ എന്താണ്? ഹൗ മെനി വോട്ട്സ് ഡിഡ് ഹി ഗെറ്റ്? എത്ര വോട്ടുകൾ ആ ജയിച്ച ആൾക്ക് കിട്ടി എന്ന് നമുക്ക് നോക്കിയാലോ. എത്ര വോട്ട് കിട്ടിയെന്ന് നോക്കിയാലോ. ഇവിടെ നോക്കിയാൽ നിങ്ങള് ആ എത്ര വോട്ട് കിട്ടിയെന്ന് അറിയാൻ നമുക്ക് ആദ്യം കാണണം എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് വോട്ട്സ് എത്രയാണെന്ന് നമുക്കറിയാം. ടോട്ടൽ നമ്പർ ഓഫ് വോട്ട്സ്. മൊത്തം എത്ര വോട്ട് ചെയ്തു ആൾക്കാര്? മൊത്തം 1450 വോട്ടുകൾ ഉണ്ടായിരുന്നു. മൊത്തം 1450 പേര് വോട്ട് ചെയ്തു. ഇനി ജയിച്ചയാൾക്ക് എത്ര വോട്ട് കിട്ടിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹൗ മെനി വോട്ട്സ് ഡിഡ് ഹി ഗെറ്റ്? അല്ലെ? ദ വിന്നർ ഗോട്ട് 52% ഓഫ് ദ വോട്ട്. അതായത് മുഴുവൻ വോട്ടുകളുടെയും 52% കിട്ടിയെന്ന് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആൾക്ക് കിട്ടിയ വോട്ട് എത്ര? അതെങ്ങനെ കണ്ടുപിടിക്കാം? അപ്പൊ നമുക്ക് എഴുതാം നമ്പർ ഓഫ് വോട്ട്സ് the winner got. അല്ലെ? the winner number of votes the winner got is equal to. എങ്ങനെ കണ്ടുപിടിക്കാം? നമ്പർ ഓഫ് വോട്ട്സ് the winner got. ജയിച്ച ആൾക്ക് എത്ര വോട്ട് കിട്ടിയെന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? മൊത്തം 1450 വോട്ടുകളാണ് ഉണ്ടായിരുന്നത്. അതിലെ 52% വോട്ടുകളും ഈ ജയിച്ച ആൾക്കാണ് കിട്ടിയത്. അപ്പൊ 1450 വോട്ടുകളുടെ 52% എത്രയാന്ന് കണ്ടാ പോരെ മക്കളെ? അല്ലെ? 1450 വോട്ടുകളിൽ ഈ 52% എത്രയാന്ന് കണ്ടാ പോരെ? അത്രയും വോട്ടുകളായിരിക്കുമല്ലോ നമ്മുടെ ഇവർക്ക് കിട്ടിയത്. ആർക്ക്? നമ്മുടെ ജയിച്ച ആൾക്ക് കിട്ടിയത്. ജനീറ്റ മനസ്സിലാവുന്നുണ്ടോ? ജനീറ്റ അൺമ്യൂട്ട് ചെയ്യണ്ട, പറഞ്ഞാൽ മതി. ഇങ്ങനെ കൈ കാണിച്ചാൽ മതി. യെസ്, മനസ്സിലാവുന്നുണ്ട്. ജനീറ്റയ്ക്ക് കേൾക്കാവോ?
കേൾക്കാമോ മോളെ? മനസ്സിലായോ മോൾക്ക് പറഞ്ഞതാ? മനസ്സിലായി, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ബാക്കി കേട്ടോ. ഇവിടെ നോക്കിയോ. അപ്പം നമ്പർ ഓഫ് വോട്ട്സ് വിന്നർ വോട്ട് എങ്ങനെ കണ്ടുപിടിക്കാം? 52% വോട്ടാ കിട്ടിയേക്കുന്നത് ആ വിന്നർക്ക്. ഏതിന്റെ 52%? ഏതിന്റെ 52% കിട്ടിയേക്കുന്നത്? മുഴുവൻ വോട്ടായ 1450ന്റെ 52%. സോ 1450ന്റെ 52% നമ്മൾ കണ്ടുപിടിക്കാൻ പോവാം. അത് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? എത്ര വോട്ടുകളാണ് ആ ജയിച്ച ആൾക്ക് കിട്ടിയത് നമുക്ക് അറിയാൻ പറ്റും അല്ലെ? അപ്പൊ നിങ്ങൾക്ക് നോക്കിയോ, സീറോസ് നമുക്ക് കട്ട് ചെയ്യാം. പിന്നെ എന്തുണ്ട്? 52 × 145 അല്ലെ? 52 × 145 ഡിവൈഡഡ് ബൈ 10 അല്ലേ ഉള്ളൂ. എത്ര കിട്ടി? കമന്റ് ചെയ്ത എല്ലാരും. 745 ആണോ 696 ആണോ? അങ്ങനെയൊക്കെയാണോ കിട്ടിയതാ? ചെയ്ത് നോക്കിയ എല്ലാരും ചെയ്തിട്ട് കമന്റ് ചെയ്ത ഉത്തരം ചെയ്തിട്ട് കമന്റ് ചെയ്യട്ടോ എല്ലാരും. അതുപോലെ രണ്ടാമത്തെ ചോദ്യം അറിയാമെങ്കിൽ ചെയ്തോ. രണ്ടാമത്തെ ചോദ്യവും അറിയാമെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചെയ്യാം. ഇനി ഞാൻ പേര് വിളിക്കുന്നവരെ ക്ലാസ് കഴിയുമ്പോൾ ഇവിടെ നിൽക്കണം കേട്ടോ. ഞാൻ പേര് വിളിക്കുന്നവര് ക്ലാസ് കഴിയുമ്പോൾ ഇവിടെ നിൽക്കണം കേട്ടോ. നോട്ട് ചെക്കിംഗ് ഉണ്ടാവും. അത്രയും പേർക്ക് നോട്ട് ചെക്കിംഗ് ഉണ്ടാവും. എന്ന അഞ്ജലി MR, അതുപോലെ അഹല്യ അരുൺ, ജഗൻ P സാബു, കാശിനാഥ് രാകേഷ്, മുഹമ്മദ് ജാബിർ ആണെന്ന് തോന്നുന്നു അല്ലെ? മുഹമ്മദ് ജാബിർ, അൻറിറ്റ, അതുപോലെ ഏബൽ, ലിയ, എഡ്വിൻ ബിജു. ഓക്കെ, പിന്നെ ആരാണ്? കെയിൻ ബെൻ സ്റ്റാൻലി എന്ന് പറഞ്ഞ ആളുണ്ടാ, സ്റ്റാൻലി. ഇത്രയും പേര് നിൽക്കാട്ടാ ക്ലാസ്സില്. ഒന്നുകൂടെ വായിക്കാം. അഞ്ജലി MR, അഹല്യ അരുൺ, ജഗൻ P സാബു, കാശിനാഥ് രാകേഷ്, മുഹമ്മദ് ജാബിർ, അൻറിറ്റ, ഏബൽ, ലിയ, എഡ്വിൻ ബിജു, അതുപോലെ കെയിൻ ബെൻ സ്റ്റാൻലി. അതോ കെയിൻ ആണോ? കെയിൻ ആയിരിക്കും അല്ലെ? കെയിൻ ബെൻ സ്റ്റാൻലി. ഓക്കെ, കേട്ടല്ലോ എന്റെ പേരുകളാ. അപ്പൊ അത്രയും പേര് ക്ലാസ് കഴിയുമ്പോൾ ലീവ് ആകാണ്ട് ഇവിടെ തന്നെ നിൽക്കുക. നോട്ട് ചെക്കിംഗ് ഉണ്ട്. ഓക്കെ, അപ്പൊ 754 എന്നൊക്കെ ഉത്തരം വന്നു. യെസ്, 754 ഉത്തരമാണ്. ശരിയാണ്, 754. ദിയ 7540 ആണോ? ഒരു 0 കൂടി പോയില്ലേ നോക്കിയേ. ആഗ്നസ് യെസ് 754. ദിയക്ക് ഒരു 0 കൂടി പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. മിഥുന ഓക്കെ. നിവേദ്യ 7540 ആണോ അതോ 754 ആണോ നോക്കിയേ. ആദർശ് കൃഷ്ണ ഓക്കേടാ. ആൽഫ. ശ്രീലക്ഷ്മി യെസ്. ഋഷ്മിനെ ആൻസർ ചെക്ക് ചെയ്തേ. ശ്രീലക്ഷ്മി ഓക്കെ. അതുപോലെ അൽസക്ക് എത്ര കിട്ടിയത്? അൽസക്ക് ഒരു 0 കൂടി പോയാ. ധ്രുവെ കണ്ടു. ധ്രുവന്റെ ആൻസർ എത്രയാണെന്ന് കമന്റ് ചെയ്ത് തരാട്ടോ ധ്രുവെ. എനിക്ക് ഇവിടുന്ന് കറക്റ്റ് ആയിട്ട് ആൻസർ കാണാൻ പറ്റില്ല, അതുകൊണ്ടാ. ധ്രുവന്റെ ആൻസറോട് കമന്റ് ചെയ്തേ. കാരണം ബ്ലറാണ്, നോട്ട് കാണിച്ചിട്ടുണ്ടെങ്കിലും ബ്ലറാണ്, അതുകൊണ്ടാ. മക്കളെ എല്ലാരും ഒന്ന് ആൻസർ കമന്റ് കൂടെ ചെയ്ത് തരാം കേട്ടോ. ഓക്കെ, കിട്ടി. ഓ ലാസ്റ്റത്തെ ആൻസർ ഒക്കെ 696. ഓക്കെ, അപ്പൊ നമുക്ക് എത്ര കിട്ടി? 754 എന്നാണ് ഉത്തരം. ശരി കേട്ടോ, 754 ആണ് റൈറ്റ് ആൻസർ. 754. ഓക്കെ, കിട്ടിയ മക്കളെ? 754. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. അടുത്ത ചോദ്യം എന്താണ്? ബൈ ഹൗ മെനി വോട്ട്സ് ഡിഡ് ഹി വിൻ? ബൈ ഹൗ മെനി വോട്ട്സ് ഡിഡ് ഹി വിൻ എന്ന് ചോദിച്ചാൽ എത്ര വോട്ടിനാണ് ആൾ ജയിച്ചേക്കുന്നത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലെ? എത്ര വോട്ടുകൾക്കാണ് ആൾ ജയിച്ചേക്കുന്നത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എത്ര വോട്ടുകൾക്കായിരിക്കും ആൾ ജയിച്ചത്? ജയിച്ച ആൾക്ക് കിട്ടിയത് 754. അപ്പൊ ബാക്കി വോട്ടുകൾക്ക് കിട്ടിയത് ആർക്കാ? ഈ 1450 വോട്ടുകളില് ജയിച്ച ആൾക്ക് കിട്ടിയത് 754. അപ്പൊ ബാക്കി വോട്ടുകൾ കിട്ടിയത് ആർക്കാണ്? നമ്മുടെ മറ്റേ മത്സരിച്ച ആൾക്ക്. രണ്ടുപേരിലെ മത്സരിച്ചതാ. അപ്പൊ ഒരാൾ ജയിച്ചു, ആ ആൾക്ക് 754 വോട്ട് കിട്ടി. ഇനി മറ്റേ ആൾക്ക് എന്ന് പറഞ്ഞാൽ
മിച്ചം എത്ര വോട്ടുണ്ട് അതൊക്കെ മറ്റേ ആൾക്കാരെ കിട്ടിയതാ. മിച്ചം എത്ര വോട്ടുണ്ട് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? മിച്ചം ദ അതർ പേഴ്സൺ ഗോട്ട് അല്ലെ, ദ അതർ പേഴ്സൺ മറ്റൊരാളോട് മത്സരിച്ചു, അതർ പേഴ്സൺ ഗോട്ട് എത്ര വോട്ട് എങ്ങനെ കണ്ടുപിടിക്കാം? മൊത്തം 1450 വോട്ടുകളാണ്. അതിൽ നിന്നും നമ്മൾ എന്ത് ചെയ്തു? വിജയ്ക്ക് കിട്ടിയ 754 വോട്ടുകൾ കുറച്ചു അല്ലെ. ജയിച്ച ആൾക്ക് 754 വോട്ട് കിട്ടിയത് നമ്മൾ മൊത്തം വോട്ടുകളിൽ നിന്നും ഒക്കെ കുറച്ചു. പിന്നെ മിച്ചമുള്ളത് അവിടെ എന്താണ്? ആ തോറ്റുപോയ ആൾക്ക് കിട്ടിയ വോട്ടല്ലേ. അത് എത്രയാണെന്ന് മനസ്സിലായി? അത് എത്രയാണ് നമുക്ക് കിട്ടിയതാ? 1450 മൈനസ് 754, യെസ് 696 കിട്ടി അല്ലേ മെർലിൻ? 696 കിട്ടി മെർലിന്. യെസ് ആൽഫ 696, യെസ് ശരിയാണ്. അപ്പോൾ 696 വോട്ടുകൾ തോറ്റയാൾക്ക് കിട്ടി. ഇനി എത്ര വോട്ടുകൾക്ക് ജയിച്ചെന്ന് കണ്ടുപിടിക്കാൻ പാടുണ്ടോ? എത്ര വോട്ടുകൾക്ക്, അതായത് ആ തോറ്റയാളേക്കാൾ എത്ര വോട്ട് കൂടുതൽ കിട്ടി. ഓക്കെ, എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? തോറ്റയാൾക്ക് കിട്ടിയ വോട്ട് എത്രയാ? 696. അതിനേക്കാൾ എത്ര കൂടുതൽ കിട്ടി ഈ ജയിച്ച ആൾക്ക്. അതാണ് നമ്മള് എത്ര വോട്ടുകൾക്കാണ് ജയിച്ചതെന്ന് ചോദിച്ചാൽ കണ്ടുപിടിക്കേണ്ട ഉത്തരം. ഓക്കെ, എത്ര വോട്ടുകൾക്കാണ് ആള് ജയിച്ചത് എന്ന് ചോദിച്ചാൽ എങ്ങനെ കണ്ടുപിടിക്കാം? തൊട്ട് പുറകിലുണ്ടായിരുന്ന മത്സരിച്ച ആൾക്ക് കിട്ടിയ വോട്ട് എത്രയാണോ അതിനേക്കാൾ എത്ര വോട്ട് കൂടുതൽ കിട്ടി. ഇപ്പൊ 696 എന്ന് പറഞ്ഞു നമ്മള്. ആ തോറ്റ ആൾക്ക് 696 വോട്ട് കിട്ടി. അതിനേക്കാൾ എത്ര കൂടുതൽ കിട്ടി നമ്മുടെ ജയിച്ച ആൾക്ക്? എത്ര കിട്ടി? അതെങ്ങനെ കണ്ടുപിടിക്കാം? അത് കണ്ടുപിടിക്കാൻ ഇത്രയും ചെയ്താൽ പോരെ? 754 നിന്നും ഈ 696 അങ്ങ് കുറച്ചാൽ പോരേടാ മക്കളെ. 754 നിന്നും 696 കുറച്ചാൽ എത്ര കൂടുതൽ കിട്ടി നമുക്ക് കിട്ടില്ലേ അല്ലേ? ആ ജയിച്ച ആൾക്ക് എത്ര കൂടുതൽ കിട്ടിന്ന് കിട്ടില്ലേ? എല്ലാവർക്കും മനസ്സിലാക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, നമുക്കത് ചെയ്യാം. അപ്പൊ അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം? നമുക്ക് 754 നിന്നും 696 അങ്ങ് കുറയ്ക്കാം. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 58 എന്ന് കിട്ടി. 58 ഞാൻ എഴുതുന്നത് കാണാമോ നിങ്ങൾക്ക്? ഇല്ലല്ലേ, അവിടെ എഴുതുന്നത് കാണുന്നില്ല. നമുക്ക് അടിയിൽ എഴുതാം. 54 ആണോ 58 ആണോ? 58 അല്ലേ കിട്ടണേ? യെസ് 58. ഓക്കെ ഓക്കെ, ആരോ കണ്ടോട്ടോ. 58 വോട്ടുകൾ അല്ലെ. 58 വോട്ട്സിന്റെ ഭൂരിപക്ഷത്തിലാണ് ആര് ജയിച്ചത്? നമ്മുടെ ആരാണോ ജയിച്ചത് ആള് ജയിച്ചത്. ഓക്കെ, പേരൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. 58 വോട്ടുകൾക്ക് ജയിച്ചു. അപ്പൊ നമുക്ക് എഴുതാം ഹി വോൺ ബൈ അല്ലെ. ഹി വോൺ ബൈ എത്ര വോട്ടുകളാ? ഹി വോൺ ബൈ 58 വോട്ട്സ്. അത് വേണം നമുക്ക് താഴെ എഴുതാം അല്ലെ. അത് ഈക്വൽ ടു 58 സാർ അവിടെ തന്നെ എഴുതിയിട്ട് നമുക്കതൊരു സെന്റൻസ് ആക്കി തന്നെ ഇവിടെ എഴുതിയേക്കാം. He won by 58 votes. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. He won by 58 votes. കിട്ടിയോ എല്ലാവർക്കും? അത് കിട്ടിയോ? 58 വോട്ടുകൾ നമ്മുടെ ആ സ്ഥാനാർത്ഥി ജയിച്ചു. ക്ലിയർ അല്ലേ മക്കളെ? ആൽവിനെ പറഞ്ഞോടാ. ഒറ്റ എന്തോ ഇൻഡു ചെയ്തതോ? ഏത് ഇൻഡു ചെയ്തതാണോ മോനെ? ഇതാണോ 52 ഫസ്റ്റ് ക്വസ്റ്റിന്റെ ആണോ? ആ 52 by 100 into 1450 ആണോ? അത് ഇൻഡു ചെയ്തത് കാണിച്ചു തന്നോ? 145 into 52 അല്ലെ. 145 into 52 ചെയ്തിട്ട് കിട്ടുന്നില്ലേ മോനെ? ഓക്കെ, 4 into 2 8, 8 plus 1 9. അതുപോലെ 2 into 1 2 ആണ്. 0 ഇട്ട് നമ്മൾ 5 into 5 25 ആണ്. 2 into 5 into 4 20 ആണ്. 20 plus 2 22 ആണ്. 2 into 5 into 1 5 ആണ്. 5 plus 2 7 ആണ്. അങ്ങനെയെങ്കിൽ 0 9 plus 5 എന്ന് പറയുന്നത് 14 ആണ്. 1 into 2 plus 2 4 plus 1 5 ആണ്. അതുപോലെ പിന്നെ എത്രയാണ്? ഇവിടെ ഒരു 7 ഉണ്ട് അല്ലെ. 7 ഉണ്ട്. ഇൻഡു ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 7540 കിട്ടി. ഇനിയോ നമ്മൾ അതിനെ എത്ര വെച്ച് ഡിവൈഡ് ചെയ്തു? 10 വെച്ച് ഡിവൈഡ് ചെയ്തു. 7540 നമ്മൾ 10 വെച്ച് ഡിവൈഡ് ചെയ്താൽ എന്ത് പറ്റൂടാ? ആ ഒരു സീറോസ് രണ്ടോ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ പോരെ അല്ലെ. സീറോസ് രണ്ടും കട്ട് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് 754 കിട്ടി. ഇൻഡു ചെയ്തത് അവിടെ എഴുതിയിട്ടുണ്ട്, അത് എഴുതിയെടുത്തോ വേണമെങ്കിൽ, കിട്ടിയിട്ടില്ലെങ്കിൽ കേട്ടാ.
ഇൻറ്റു ചെയ്ത് എന്തോ എഴുതി ഞാൻ എഴുതി തെറ്റിപ്പോയോ? സാർ എഴുതി തെറ്റിയെങ്കിലും നിങ്ങൾ പറയണം കേട്ടോ. ഞാൻ എഴുതി തെറ്റിപ്പോയെങ്കിൽ നിങ്ങൾ എന്നോട് പറഞ്ഞു തരാം. ഞാൻ ചിലപ്പോൾ പെട്ടെന്ന് എഴുതുമ്പോൾ ചിലപ്പോൾ തെറ്റിപ്പോയെന്നിരിക്കും, നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ ഞാൻ എഴുതി തെറ്റിപ്പോയാലും പറഞ്ഞു തന്നെ കേട്ടോ. ഓക്കെ, ഇതിപ്പോ ശരിയല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ ഒരു ഒറ്റ ചോദ്യം കൂടെ ചെയ്യിപ്പിച്ചോട്ടെ സാറാ, ഒറ്റ ചോദ്യം കൂടെ ലാസ്റ്റ് ആയിട്ട് ഒരു ചോദ്യം കൂടെ ചെയ്യിപ്പിച്ചോട്ടെ പ്ലീസ്. സിമ്പിളാ, പെട്ടെന്ന് തരും. ഒറ്റ ചോദ്യം കൂടെ ചെയ്യിപ്പിച്ചിട്ട് സാറ് പെട്ടെന്ന് വിട്ടേക്കാം. അല്ലെങ്കിൽ അത് ഹോംവർക്ക് എന്നാ ചെയ്തോണ്ട് വരുമോ? ഓക്കെ, എന്നാ പിടിച്ചോ, ഒരു ക്വസ്റ്റ്യൻ ഹോംവർക്ക് പിടിച്ചു. ഇതങ്ങ് ഹോംവർക്ക് ചെയ്തേ കേട്ടോ. എല്ലാരും സ്ക്രീൻഷോട്ട് എടുത്തിട്ടാ, സ്ക്രീൻഷോട്ട് എടുക്കുവോ അല്ലെങ്കിൽ ബുക്കിലോട്ട് എഴുതി എടുക്കുവോ ചെയ്തേ. പെട്ടെന്ന് ഇത് ചെയ്തിട്ട് വരണം. അടുത്ത ക്ലാസ്സിൽ ഞാൻ ചോദിക്കുമ്പോ ആൻസർ പറഞ്ഞേക്കണേ എല്ലാരും. ചുമ്മാ പോയിട്ട് ഇരിക്കരുത്, ചെയ്തിട്ട് വരണം. ഈ ക്ലാസ് കഴിഞ്ഞിട്ട് കുറച്ചു നേരം കഴിഞ്ഞിട്ട് നിങ്ങൾ ഒന്ന് ബ്രേക്ക് ഒക്കെ എടുത്തിട്ട്, ക്ലാസ് കഴിയുമ്പോൾ കുറച്ചു നേരം നിങ്ങൾ ബ്രേക്ക് എടുത്തോ, എന്നിട്ട് വീണ്ടും വന്നിരുന്നിട്ട് ഇതൊന്ന് ചെയ്ത് നോക്കോ. അപ്പൊ നിങ്ങൾക്ക് കണക്ഷൻ പോകില്ല. എന്നിട്ട് എന്ത് ചെയ്യണം, നാളെ എടുത്ത് ഒന്നും കൂടെ ഇന്ന് പഠിച്ചത് പഠിക്കണം. മനസ്സിലായോ? നാളെ എടുത്തിട്ട് ഇന്ന് പഠിപ്പിച്ച് ഒന്നുകൂടെ നിങ്ങൾ എല്ലാവരും പഠിക്കണം കേട്ടോ. പഠിച്ചിട്ടേ വരാവുള്ളൂ, അല്ലെ നമുക്ക് ആ ചെയ്യുന്നതിന്റെ ആ ഫ്ലോ അങ്ങ് പോകും. ഓക്കെ, അപ്പൊ വേറെ ഒന്നുമില്ലല്ലോ. അതുപോലെ നോട്ട് ചെക്കിങ് പറഞ്ഞവർ നിൽക്കുക, ബാക്കിയുള്ളവർക്ക് ലീവ് ചെയ്യാം. നോട്ട് ചെക്കിങ് സാറ് പറഞ്ഞവർക്ക് നിൽക്കാം, ബാക്കിയുള്ളവർക്ക് ലീവ് ചെയ്യാം. ടാറ്റ, അടുത്ത ദിവസം കാണാം കേട്ടോ. ഇതിന് ബാക്കിയായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ഓക്കെ. അപ്പൊ നോട്ട് ചെക്കിങ് പറഞ്ഞവരെല്ലാവരും നോട്ട് ചെക്കിങ്. ടാറ്റാ. നോട്ട് ചെക്കിങ് പറഞ്ഞവരൊക്കെ നിൽപ്പണ്ടാ? ഓക്കെ, ഞാൻ പേര് വിളിക്കുന്നവർ ഹാൻഡ് റൈസ് ചെയ്തോ. അഞ്ജലി എം ആർ ഉണ്ടോ? അഞ്ജലി എം ആർ ഉണ്ടോ? ഹാൻഡ് റൈസ് ചെയ്തേ മോളെ. യെസ്, അഞ്ജലി ഉണ്ട്. അഞ്ജലിയുടെ നോട്ട് പെട്ടെന്ന് കാണിച്ചോ മോളെ, ഓരോ പേജും കാണിച്ചു എന്ന് എഴുതിയത്. അതുപോലെ അടുത്തത് അഹല്യാരുൺ ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത് വെച്ചേ, എന്നിട്ട് മോളിൽ നോട്ടൊന്ന് കാണിച്ചേ. അഞ്ജലി എം ആർ ഓക്കെ, നോട്ട് കാണിച്ചോ, പെട്ടെന്ന് കാണിച്ചേ മോളെ. അടുത്തത് എഴുതി നിൽക്കുന്നൊക്കെ ഉണ്ടോ? അതുപോലെ അഹല്യ നോട്ട് കാണിച്ചോ കേട്ടോ. അതുപോലെ ജഗൻ പി സാബു ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തിട്ട് നോട്ട് കാണിച്ചോ. യെസ്, അഞ്ജലി ഓക്കെ, അഹല്യാരുൺ ഓക്കെ, ജഗൻ പി സാബു ഓക്കെ. ജഗൻ പി സാബു നോട്ട് മറിച്ചേ മോനെ. യെസ്, അത്രേ ഉള്ളൂ. അപ്പുറത്തുണ്ട്. ഓക്കെ, എഴുതിയിട്ടുണ്ട്, കംപ്ലീറ്റ് ആണ് ഇന്നത്തെ. ഓക്കെ, അഹല്യ കാണിച്ചു കഴിഞ്ഞോ നോട്ട്? ലാസ്റ്റത്തെ പേജ് കാണിച്ചായിരുന്നോ? ഓക്കെ, അപ്പൊ നിങ്ങൾ 3 പേര് കാണിച്ചു. പിന്നെയുള്ളത് നമുക്ക് കാശിനാഥ് രാകേഷ് കാണിച്ചു കഴിഞ്ഞവർക്ക് ലീവ് ചെയ്യാട്ടാ. നോട്ട് കാണിച്ചു കഴിഞ്ഞവർക്ക് ലീവ് ചെയ്യാം. ഓക്കെ, അതുപോലെ കാശിനാഥ് രാകേഷ് ഉണ്ടോ? കാശിനാഥ് ഉണ്ടോ ക്ലാസ്സില്? ഇല്ല. കാശിനാഥ് ലെഫ്റ്റ് ആയി പോയതാണോ ക്ലാസ്സിൽ കയറാനാണോ? കാശിനാഥ് ഏതെങ്കിലും ക്ലാസ്സിൽ ഇല്ല, ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണേ മോനെ. കാശിനാഥ് ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണം കേട്ടാ. ഇല്ല, കാശിനാഥ് ക്ലാസ്സിൽ ഇല്ല. ഓക്കെ, ദെൻ ജാബർ ഉണ്ടോ? ജാബർ ക്ലാസ്സിലുണ്ടോ? ജാബർ പെട്ടെന്ന് ഹാൻഡ് റൈസ് ചെയ്തേ മോനെ. ജാബർ ക്ലാസ്സിൽ ഇല്ല. അതെ, ഓക്കെ, മുഹമ്മദ് ജാബർ വന്നു. മോനെ ഹാൻഡ് റൈസ് ചെയ്യാൻ പറഞ്ഞ ഞാൻ അതിനെ പെട്ടെന്ന് കാണാൻ വേണ്ടിട്ടായിരുന്നു. ഓക്കെ, മോനെ ഒന്ന് കാണിച്ചോ. മുഹമ്മദ് ജാബിർ ഓക്കെടാ. ഓക്കെ, സെറ്റ്. അതുപോലെ അൻറിറ്റ ഉണ്ടോ? അൻറിറ്റ ഉണ്ടെന്ന് ഹാൻഡ് റൈസ് ചെയ്തേ മോളെ. അൻറിറ്റ ഇല്ല ക്ലാസ്സില്. അൻറിറ്റ ക്ലാസ്സിൽ ഇല്ല. അപ്പൊ ക്ലാസ്സിൽ അപ്പൊ ലെഫ്റ്റ് ആയിട്ടുണ്ട്. സോ അടുത്തത് ഏബൽ പെട്ടെന്ന് കാണിച്ചേടാ, എഴുതി കാണിച്ചേ. ഓക്കെ, നെക്സ്റ്റ് പേജ്. അടുത്തത് ലിയ ആണ്. ഏബിൾ കാണിച്ചോ. ലിയ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത മോളെ. ലിയ
ലിയ ഉണ്ടോ? ലിയ. ഓക്കെ, ഏബിൽ കാണിച്ചു കഴിഞ്ഞു. ഓക്കെ, ലീവ് ചെയ്തോ മോനെ. അതുപോലെ ലിയ ഉണ്ടോ? ലിയ. യെസ് മോളെ കാണിച്ചോ? നോട്ട് കാണിച്ചോ? അടുത്തത് എഡ്വിൻ. ഓക്കെ ലിയ, പെട്ടെന്ന് അടുത്ത പേജ് കാണിച്ചോ മോളെ. അടുത്ത പേജ്, അടുത്ത പേജ്, അടുത്തത്, അടുത്തത്, അടുത്തത്. യെസ്, കംപ്ലീറ്റ് ആണ്. ഓക്കെ മേടിക്കും. അപ്പൊ മോള് ലീവ് ചെയ്തോ. അടുത്തത് എഡ്വിനെ കാണിച്ചോ? എഡ്വിൻ ബിജു. യെസ്, എഡ്വിൻ. എഡ്വിൻ അടുത്ത പേജ്. നെക്സ്റ്റ് പേജ്. നെക്സ്റ്റ് കാണിച്ചോ, കാണിച്ചോ. നെക്സ്റ്റ്, നെക്സ്റ്റ്. ഓക്കെ, ഓക്കെ, അത്രേ ഉള്ളൂ. കംപ്ലീറ്റ് ആണ്. ഓക്കെ എഡ്വിൻ. ഓക്കെ, ലീവ് ചെയ്തോ എഡ്വിൻ. അതുപോലെ ബെൻ സ്റ്റാൻലി. സ്റ്റാൻലി ഉണ്ടോ? സ്റ്റാൻലി. സ്റ്റാൻലി ഉണ്ടോ? യെസ് മോനെ, ഒരു മിനിറ്റ് മോനെ അൺമ്യൂട്ട് ചെയ്തടാ. അൺമ്യൂട്ട് ചെയ്താ. മോന്റെ പേരെന്ന് പറഞ്ഞേ. ഓക്കെ, അവസാനം അപ്പൊ ഞാൻ പറഞ്ഞത് ശരിയായിരുന്നു. കെയിൻ ഞാൻ പറഞ്ഞില്ലേ, കേട്ടായിരുന്നോ? ആ കെയിൻ എന്നായിരിക്കും ഞാൻ പറഞ്ഞു. ആദ്യം ഞാൻ തെറ്റിച്ചറിഞ്ഞു. കെയിൻ ബെൻ സ്റ്റാൻലി. ഓക്കെ, അതൊന്നും അറിയാൻ വേണ്ടിട്ടാ. നോട്ട് കാണിച്ചോ? യെസ്, അടുത്ത പേജ്. അടുത്തത്, അടുത്തത്. ഓക്കെടാ, സെറ്റ്. അപ്പൊ ഓക്കെ, അപ്പം വേറെ ആരും എല്ലാവരും നോട്ട് കാണിച്ചു. അപ്പൊ അങ്ങനെയാണ് എല്ലാവർക്കും ലീവ് ചെയ്യാം കേട്ടോ. എല്ലാവർക്കും ക്ലാസ്സിൽ നിന്ന് ലീവ് ചെയ്യാം. ഓക്കെ, ആൽവിനെ പറഞ്ഞോ? ആൽവിൻ, ആൽവിൻ ഡൗട്ട് ആണോ? ഡൗട്ട് ഉള്ളവരുണ്ടോ? ആൽവിൻ പറഞ്ഞോ. ആൽവിൻ എന്തോ? ആ ആ ആ മോനെ കിട്ടിയാ? ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. പോയിട്ട് വാ. ഉണ്ട്, പ്രാർത്ഥിക്കണം ഉറപ്പായിട്ടും. നന്നായിട്ട് ചെയ്തിട്ട് വാ കേട്ടാ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് നിർത്താം. ഇന്നത്തെ സെക്ഷൻ ഇവിടെ നിർത്താം. അപ്പൊ ഓക്കെ കേട്ടോ. ലീവ് ചെയ്തല്ലേ.